في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم. ബഹുമാന്യരായ വേദിയിലുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 28-ാം തീയതി മുതൽ ആരംഭിച്ച നമ്മുടെ മഹാത്ഭുതം ഖുർആൻ എന്ന ഇസ്ലാമിക് എക്സിബിഷൻ ഈ സമാപന സമ്മേളനത്തോടു കൂടി ഇവിടെ സമാപിക്കുകയാണ്. നാം ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു തആല മാനവരാശിക്ക് മാർഗദർശനമായി ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ, ശരിയായ അർത്ഥത്തിൽ മനുഷ്യരുടെ മുമ്പിൽ തുറന്നു വെക്കുക എന്നതാണ്. കഴിഞ്ഞ 8 ദിവസമായി 10,000-കണക്കിന് ആളുകൾ ഈ പവലിയനുകൾ സന്ദർശിക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ മതത്തിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് അവരോരോരുത്തരും എഴുതിയ ഫീഡ്ബാക്ക് ഫോമിലൂടെ നമുക്ക് വ്യക്തമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് വലിയൊരു ദൗത്യമാണ്. ഈ ദൗത്യം എന്തിനു വേണ്ടിയാണ് നാം നിർവഹിക്കുന്നത് എന്ന് ഈ സമാപന വേളയിൽ നാം ഓരോരുത്തരും ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിലേക്കുള്ള ഈ ക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മേനി നടിക്കുവാനോ സംഘടനാ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ തുലോ മുന്നിലാണ് എന്ന് ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനോ ഉള്ളതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അത് നിർവഹിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്നുള്ള നിലക്കാണ്. അതാണ് അല്ലാഹു ചോദിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ, തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് ആ കച്ചവടത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത്. ആ കച്ചവടത്തിൽ ലാഭം കൊയ്യണമെങ്കിൽ, വിജയം കൈവരിക്കണമെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് മുതൽ മുടക്കായി ഇറക്കുവാൻ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ഈ കച്ചവടത്തിൽ ഇറക്കണം. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത് അചഞ്ചലമായ വിശ്വാസമാണ്, കളങ്കരഹിതമായ വിശ്വാസം. ലോകത്തിന്റെ സൃഷ്ടാവ് പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാൻ നമുക്ക് വെള്ളം നൽകി, ഭൂമിയെ വാസയോഗ്യമാക്കി, എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നുകൊണ്ട് ഈ ഭൂമിയെ നമുക്ക് വസിക്കുവാൻ യോഗ്യമാക്കി തന്നിട്ടുണ്ട്. ആകാശത്തെ മേൽക്കൂരയാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ സസ്യലതാദികൾ മുളപ്പിക്കുന്നു. അങ്ങനെയുള്ള പടച്ച തമ്പുരാൻ ഒരിക്കലും തന്നെ പങ്കുകാരെ ഉണ്ടാക്കരുത്. വാൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, ആരാധിക്കൂ. പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന ആ അചഞ്ചലമായ പ്രഖ്യാപനം അത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആലയെ കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ലോകത്തിന് മാർഗദർശിയായി അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുധാവനം ചെയ്യണം. നബിയുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ, കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, കാലഘട്ടത്തിന് അനുസൃതമാണോ, എന്റെ ബുദ്ധിക്കൊക്കുമോ എന്നാലോചിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും, വൈയക്തികമായ, കുടുംബപരമായ, അതേപോലെ ഏതേത് മേഖലകളുണ്ടോ നാം ഇവിടെ 8 ദിവസമായി ചർച്ച ചെയ്ത വിവിധ മേഖലകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ പൂർണ്ണമായും അനുധാവനം ചെയ്യുവാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഇറങ്ങി പുറപ്പെടണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായും ത്യാഗം സഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. യംവാലിക്കും വഅൻഫുസിക്കും, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമായ ധനം അത് നമ്മളെ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ആ ധനം കൊണ്ട്
അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നമുക്കല്ല, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു. നാം മരിച്ചു പോകുമ്പോൾ അത് നമ്മുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നു. ശാശ്വതമായി ഈ ധനം ആർക്കെങ്കിലും ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും പ്രവാചകനിൽ അചഞ്ചലമായ വിശ്വാസവും ആ പ്രവാചകൻ പഠിപ്പിച്ച പാത പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസി അവന്റെ അധ്വാനം പൂർണ്ണമായും അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം. ഇന്ന് നമ്മുടെ ഈ എക്സിബിഷൻ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും പ്രബോധനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പ്രബോധനം എന്ന ബാധ്യത അവസാനിക്കുന്നില്ല. നമ്മൾ നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ പ്രദേശങ്ങളിലേക്ക്, നമ്മുടെ യൂണിറ്റുകളിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, നമ്മുടെ സഹപ്രവർത്തകരിലേക്ക് തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന പ്രവർത്തനത്തെക്കാളും ഏറ്റവും ഉത്തമമായ വാക്ക് പറഞ്ഞവൻ മറ്റാരുണ്ട്? ഞാൻ മുസ്ലിമാണ് എന്ന് സ്വയം ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും സഹോദരങ്ങളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. ആ വലിയ കഠോരമായ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും. ഇതായിരിക്കണം നമ്മുടെ ഉദ്ദേശം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ ആരുടെയെങ്കിലും മുമ്പിൽ ഞങ്ങൾ ഇന്ന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വേനി നടിക്കുവാനോ 10,000 പങ്കെടുപ്പിച്ചുകൊണ്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു എന്ന് ഒരു പെരുമ നടിക്കുവാനോ അല്ല ഈ പ്രസ്ഥാനത്തിന്റെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നയിക്കാൻ വലിയ പേരുള്ള നേതാക്കന്മാരോ അതേപോലെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ തുലോം കുറവായിട്ട് പോലും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവന്റെ മാർഗത്തിൽ ഒരു കാൽ മുന്നോട്ട് വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങളെ ഈ മാർഗത്തിൽ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അതിന്റെ നിദർശനമാണ് ഈ 8 ദിവസത്തെ എക്സിബിഷന്റെ മഹത്തായ വിജയം എന്ന് മനസ്സിലാക്കി അതിൽ അഹങ്കരിക്കാതെ പൂർണ്ണമായും അള്ളാഹുവിനോട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ശുക്ർ അർപ്പിച്ചുകൊണ്ട് നാം ഈ സമാപന സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോവുകയും നമ്മുടെ നാട്ടിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിനെ പൂർണ്ണമായും എല്ലാ ആളുകളിലേക്കും ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ഓരോ വീടുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ സംഘടിപ്പിച്ച ഈ ബഹുമുഖമായ പ്രബോധന പരിപാടിക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും എത്ര നൽകിയാലും അതൊരിക്കലും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ദാനം എന്നുള്ള നിലക്ക് സ്വീകരിക്കപ്പെടുകയും നമുക്കതൊരിക്കലും നഷ്ടമാവുകയുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളെ സമീപിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുന്ന സന്ദർഭത്തിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നാം ഓരോരുത്തരും തുനിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരിച്ചു തരും എന്ന് ഉറച്ച വിശ്വാസമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ഒരു 5 രൂപയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഫലപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി ഈ മാർഗത്തിൽ ചെലവഴിക്കണം. ഇതിന്റെ പ്രവർത്തകർ ധനസമാഹരണത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ അവരെ വെറുതെ മടക്കി അയക്കരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സഹോദരങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാന്യ സഹോദരൻ ഹാരിസ് ഇബ്നു സലീം, അതേപോലെ തന്നെ നമ്മുടെ സഹോദരൻ സാബിർ നവാസ് എന്നിവരെല്ലാം നമ്മളോട് സംസാരിക്കാനുണ്ട്. ബഹുമാനായ ഹാരിസ് ഇബ്നു സലീമിനെയും സാബിർ നവാസിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ CPM-ന്റെ പ്രതിനിധിയും നമ്മെ അഭിസംബോധന ചെയ്യുവാനുണ്ട്. എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ. KL 54 82 82, KL 54 82 82
ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തൊരു ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ആളൊന്ന് പോയി അത് മാറ്റണം. നേരത്തെ അവിടെ മഗ്‌രിബ് നമസ്കരിക്കാൻ പോയ ഒരു സഹോദരന്റെ പേഴ്സ് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകളെ ഇവിടെ സംഘാടക സമിതി ഓഫീസിൽ ബന്ധപ്പെട്ടാൽ തിരിച്ചു നൽകുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളുടെ ഈ സമാപന സമ്മേളനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാത്ഭുതം ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥമായ ഖുർആനെ പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ആശയ സംവേദനങ്ങളിലൂടെ നമുക്കിടയിൽ കൂടുതൽ ഐക്യവും സമൂഹത്തിനിടയിൽ കൂടുതൽ എല്ലാവരും മനസ്സിലാക്കി ഏറ്റവും ശരിയായത് എല്ലാവരും തിരിച്ചറിയുക എന്ന സതുദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ എക്സിബിഷനോട് സമൂഹത്തിലെ എല്ലാ നാനാവിധ ജാതിയിലെയും മതത്തിലെയും ആളുകൾ ധാരാളമായി സഹകരിച്ചിട്ടുണ്ട്. നമ്മളുടെ അതിഥികൾ ഓരോ ദിവസവും ഇവിടെ എത്തുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഈ സമാപന സമ്മേളനത്തിൽ അതിഥി CPM-ന്റെ താനൂർ ഏരിയ സെക്രട്ടറിയും നമ്മളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി കൂടിയായ ബഹുമാനായ E. ജയൻ അവർകളാണ്. അദ്ദേഹത്തെ നമ്മെ അഭിസംബോധന ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ സി മുഹമ്മദ് റാഫി അവർകളെ, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സൂഫി ഹാജി അവർകളെ, ഇന്ന് പ്രസിദ്ധീയത്തിൽ ഉപവിഷ്ടരായിട്ടുള്ള മുഹമ്മദ് കുട്ടി ഹാജി, ഡോക്ടർ സൈദൽവി, അബ്ദുൽ ലത്തീഫ് സുലാമി, ഡോക്ടർ ഫദൽ, സുലൈമാൻ, ഈ സദസ്സിൽ പ്രഭാഷണം നടത്തുന്ന സാബിർ നവാസ്, ഹാരിസ് ബിൻ സലീം, ഇതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുൻഷിർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, വലിയ പണ്ഡിതന്മാർ വലിയ ഉപദേശങ്ങൾ നൽകുന്ന ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. തീർത്തും വിശ്വാസികളുടേതായ അവരുടെ വിശ്വാസം തീർത്തും ശരിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സദസ്സിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് ആദ്യമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ എക്സിബിഷൻ ഇവിടെ നടത്തിയിട്ടുള്ള ഖുർആൻ മഹാത്ഭുതം എന്ന ഈ എക്സിബിഷൻ മുഴുവൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ട് ഞാൻ നടന്നു കാണുകയുണ്ടായി. ആ എക്സിബിഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. അതിലെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ എനിക്ക് നിലനിർത്താൻ അവകാശമുണ്ട് എന്നതുപോലെ തന്നെ എന്റെ വിയോജിപ്പുകൾ ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അവകാശമുണ്ട്. ഞാനിത് പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ ഒരിക്കലും ആവില്ല. കമ്മ്യൂണിസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരനാവാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ തിരുത്തലുകൾ വേണമോ ആ തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് അഭിപ്രായ വ്യത്യാസം നല്ലവണ്ണം പുലർത്തുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടു വളരെയുണ്ട് എന്നും എനിക്കറിയാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തണം. ഈ എക്സിബിഷനിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിസം ഒരു മതമാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഞാൻ കാണുകയുണ്ടായി. കമ്മ്യൂണിസം ഒരു മതമല്ല. കമ്മ്യൂണിസത്തിൽ കാലാനുസൃതമായും വരുന്ന എല്ലാ പ്രധാനപ്പെട്ട മാറ്റങ്ങളെയും കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്നുണ്ട്. അതിനനുസരിച്ച് കമ്മ്യൂണിസത്തിന്റെ പ്രയോഗത്തിൽ, അതിന്റെ പ്രവർത്തനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ കമ്മ്യൂണിസത്തിനകത്ത് വരുത്താറുണ്ട്. എന്റെ പ്രധാന പ്രശ്നം ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എതിർക്കപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത്.
അതെന്തിനു വേണ്ടിയാണ് എന്ന് എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. 43 വർഷം, 43 വയസ്സാണ് എനിക്ക്. ഞാൻ പിറന്നു വീണത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ്. ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ഒരു മതത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തിൽ നീ വിശ്വസിക്കണം എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാൻ, ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും എന്റെ കുടുംബാന്തരീക്ഷവും എന്റെ പ്രസ്ഥാനത്തിന്റെ അന്തരീക്ഷവും എനിക്ക് പരിശീലനം തന്നിട്ടുണ്ട്. കൃത്യമായും അത് രേഖപ്പെടുത്താനുള്ള ആർജവവും തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയേറെ കുരിശിലേറ്റപ്പെടുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. ഒരുപക്ഷെ ഞാൻ ഈ 43 വർഷക്കാലം പ്രസംഗിച്ചതിൽ CPIM-ന് വേണ്ടി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും, നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയും പ്രസംഗിച്ചതിൽ 80%-ലധികവും ലോകത്തിലെ ഇന്നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, 80%-വും കമ്മ്യൂണിസ്റ്റുകാർ ആർക്കു വേണ്ടി പ്രസംഗിച്ചു? ആ വിഭാഗത്തിൽ 80%-ൽ ഒരു 10-65% കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരും മതവിശ്വാസികളും നല്ലപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അറിവുകേടാണെങ്കിൽ അത് നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു എന്ന് മാത്രമേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസത്തെ നല്ലപോലെ എതിർത്താൻ, നിശ്ചിതമായി വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കാത്ത, കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകാര്യമല്ലാത്ത ഇസങ്ങളെ വിമർശിക്കാനും എതിർക്കാനുമുള്ള അവകാശം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അത് സംവാദത്തിന്റെ മേഖലയാണ്. മതവിശ്വാസത്തെക്കുറിച്ച് കാൾ മാർക്സ് വളരെ കുറച്ചാണ് തന്റെ എഴുത്തിൽ, തന്റെ പ്രവർത്തനത്തിൽ വളരെ കുറച്ചു മാത്രമാണ് കാൾ മാർക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മതത്തെക്കുറിച്ച്, മതത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലക്ഷ്യമല്ല. ഒരു മതത്തെയും ഇല്ലായ്മ ചെയ്യുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യമല്ല. മതത്തിനകത്തുള്ള അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, അബദ്ധജടിലമായ ധാരണകളെ തിരുത്താൻ ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ വിശ്വാസി സമൂഹത്തോട്, എന്റെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട്, അത് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് വിയോജിപ്പുണ്ടാവാം. ആ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്മ്യൂണിസത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന വീക്ഷണങ്ങളോട് സമരസപ്പെട്ടു പോകാനും, അതിൽ നല്ലതുണ്ടെങ്കിൽ അന്ധമായ വിശ്വാസം മാറ്റി നിർത്തിക്കൊണ്ട് അതിനോട് യോജിച്ചു പോകാനും വിശ്വാസി സമൂഹത്തിന് കഴിയണം എന്ന അഭിപ്രായവും എനിക്കുണ്ട്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസം ഏറ്റവും വെറുക്കപ്പെടേണ്ടതാണ് എന്ന് പ്രചരിപ്പിച്ചത് മുതലാളിത്തമാണ്, ലോകത്ത് സാമ്രാജ്യത്വമാണ്. നിങ്ങൾ ഈ എക്സിബിഷനിൽ എല്ലായിടത്തും എഴുതി വെച്ചതുപോലെ അതിരുകളില്ലാത്ത മോഹങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്, സമാർജിക്കേണ്ട സമ്പത്താണ് മനുഷ്യന്റെ ജീവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോക മനുഷ്യ സമൂഹത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാബാലിക തത്വസംഹിതയാണ് സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വമാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും തമ്മിൽ യോജിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചതും പ്രചരിപ്പിച്ചതും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിലെയും ലോകത്തെയും എല്ലാ മാധ്യമങ്ങളും, മതസംഘടനകൾ ഉൾപ്പെടെ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് എല്ലാവരും എല്ലാ സ്ഥലത്തും എഴുതി വെക്കാറുള്ളത്. അത് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ചതല്ലേ? മതത്തെ ഇല്ലാതാക്കാൻ എന്നാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ മതസംഘടനകളുടെ നോട്ടീസ് ബോർഡുകളിൽ, അതിന്റെ പല യോഗങ്ങളിലും അത് വല്ലാതെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് മതം മനുഷ്യനെ നയിച്ചിട്ടുള്ളത് എന്ന് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവായിരുന്നു മനുഷ്യൻ. ഹൃദയമില്ലാത്തവന്റെ ഹൃദയമായിരുന്നു മതം. അതും കാർൽ മാർക്സ് തന്നെ പറഞ്ഞത്.
അവിടെയുള്ള ഒരു അര വാക്ക് മാത്രം എടുത്തുകൊണ്ട് ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ആകെ ആക്രമിക്കാൻ ഇന്നും നമ്മുടെ നാട്ടിലെ വിശ്വാസി സമൂഹങ്ങൾ രംഗത്ത് വരാറുണ്ട് എന്ന് ഖേദകരമായ വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും. നമ്മൾ യോജിക്കേണ്ടവരാണ്, ഒരു സംശയവും നിങ്ങൾ കരുതണം. ഏറ്റവും കൂടുതൽ ലോകത്ത് എതിർക്കപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ തടവിലാക്കപ്പെട്ടവർ, തടവറകളിൽ പീഡിപ്പിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഇന്ത്യയിലും ലോകത്തും ഏത് തടവറകളിൽ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്, ഇടതുപക്ഷം പറയുന്നത് അരുത്, ചെയ്യരുത് എന്ന് പറയാൻ ആർജവമുള്ളത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. കമ്മ്യൂണിസം ലോകത്ത് അപ്രത്യക്ഷമായപ്പോ, സോഷ്യലിസം ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായപ്പോ സന്തോഷിച്ചവരുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് കോളേജ് വിദ്യാർത്ഥിയാണ്. ഗോർബച്ചവ് സോഷ്യലിസത്തിന്റെ കൊടിക്കൂറ താഴ്ത്തി സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കിയപ്പോ തിരൂർ തുഞ്ചൻ ഗവൺമെന്റ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അത് കടന്നു വരുമ്പോ കമ്മ്യൂണിസത്തിന്റെ ശവപ്പെട്ടിയുമായി ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകളുണ്ട്. ആളുകളുടെ പേരും നാളുമൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ആ കമ്മ്യൂണിസത്തിന്റെ ചരമഗീതം പ്രവചിച്ച് മരിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ട് നീണ്ട 10-25 വർഷക്കാലം നമ്മൾ പിന്നിട്ടു. എന്താ ലോകത്തിന്റെ അനുഭവം, എന്താ നമ്മുടെ അനുഭവം? പല ഇസ്ലാമിക സംഘടനകളും ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്ത് ഇസ്ലാം രക്ഷപ്പെട്ടോ? ലോകത്ത് ഇസ്ലാം രക്ഷപ്പെട്ടെങ്കിൽ ഈ വാദങ്ങളെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ ലോകത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അപജയമുണ്ടായപ്പോ, ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട മതം, ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്രാജ്യത്വത്തിന്റെ കരങ്ങളാൽ ആക്രമിക്കപ്പെട്ടത് ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയാണ് എന്നുള്ളത് നിഷേധിക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും മനുഷ്യത്വരഹിതമായി ലോക സാമ്രാജ്യത്വം, അതിന്റെ ഏറ്റവും നികൃഷ്ടമായ കരങ്ങൾ അഴ്ത്തപ്പെട്ടത് ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് നേരെയല്ലേ? അത് നിഷേധിക്കാൻ നമുക്കാവും. നിങ്ങൾക്കറിയില്ല, ഏറ്റവും അവസാനം നബി തിരുമേനിയുടെ പേരിൽ സിനിമ, ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ സിനിമ ഇറക്കിയില്ലേ സാമ്രാജ്യത്വം? നിങ്ങൾ നോക്കൂ, 950കളിൽ ഏത് സിനിമയാണ് നമ്മുടെ നാടുകളിൽ പ്രചാരം നേടിയത്? കമ്മ്യൂണിസത്തിനെതിരായ സിനിമ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും നികൃഷ്ടമായതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കപ്പെടേണ്ടവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ മതമില്ലാത്തവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്. കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധക്കൊതിയന്മാരാണ്, ഭീകരവാദികളാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമകളാണ് നമ്മുടെ നാടുകളിൽ എമ്പാടും പ്രചരിച്ചത്. ഇംഗ്ലീഷ് സിനിമകളിൽ അമേരിക്കക്കാരനായ ഒരു സിനിമാ നടൻ കയ്യിൽ AK-47 എന്ന ആർണോൾഡ് എന്ന് പറയുന്ന സിനിമാ നടൻ AK-47 കയ്യിൽ വെച്ച് ആ AK-47 കുന്തമന തിരിഞ്ഞിരുന്നത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് നേരെയായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്ക്, ലോകത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ അപ്രത്യക്ഷമായപ്പോ ആർണോൾഡ് എന്ന് പറയുന്ന സിനിമാ നടന്റെ AK-47 തിരിഞ്ഞത് ലോകത്ത് താടി വെച്ചവനും തലക്കെട്ട് കെട്ടിയവനും ഭീകരവാദികളാണ്, ആ ഭീകരവാദികളെയാണ് നേരിടേണ്ടത് എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ് ആർണോൾഡ് തന്റെ AK-47 ചുണ്ടുപലക നീട്ടിയത്. നിഷേധിക്കാൻ നമുക്കാവും. ഇറാഖിലെ സദ്ദാം ഹുസൈനെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ കോളേജ് ജീവിതകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ ബോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടികൾ പുറത്തു പോവുക. എനിക്കറിയില്ലായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്താണ്, റഷ്യൻ ചെങ്കരടികൾ എന്താണ് എന്ന പദത്തിന്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ പഠിച്ചു വളർന്നപ്പോ, ആ സാഹചര്യത്തെ മനസ്സിലാക്കിയപ്പോ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടികൾ പുറത്തുപോയി. അവിടെ പുതിയ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. ആരുടേതായിരുന്നു ആ ഭരണകൂടം? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റേതല്ലേ. ഇറാഖിൽ സ്ഥാപിക്കപ്പെട്ട ഭരണകൂടം ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പ്രാർത്ഥന നിരതമായിരിക്കുന്ന ഒരു പെരുന്നാൾ ദിനത്തിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോ അരുതെന്ന് പറയാൻ ലോകത്ത് ഏത് ശക്തി ഉണ്ടായിരുന്നു? എല്ലാവരും പറഞ്ഞില്ലേ, ഈ ദിവസമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷത്തിൽ ജീവിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ലോക സാമ്രാജ്യത്വമേ സദ്ദാം ഹുസൈനെ തൂക്കിലിട്ടുന്നത് ഒഴിവാക്കണം. ഒഴിവാക്കിയോ സാമ്രാജ്യത്വം? കേണൽ ഗദ്ദാഫിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവാം.
40 കൊല്ലക്കാലം അറേബ്യയിലെ ഒരു തുരുത്തു വാഴ്ന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും ഒരു രാജ്യത്തെ മോചിപ്പിച്ച് സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലിയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവാം. പക്ഷേ ഒരു മനുഷ്യന്റെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവ്, ഒരു മനുഷ്യന്റെ മൃതശരീരത്തോട് കാണിക്കേണ്ട ഒരു കണിക, ദയയുടെ ഒരു കണികയെങ്കിലും കാണിക്കാൻ ലോക സാമ്രാജ്യത്വം തയ്യാറായി. ആ മനുഷ്യനെ കൊന്ന് എത്രയോ ദിവസം കാഴ്ചവസ്തുവായി വെച്ചു. അവസാനം മാംസവിൽപ്പനശാലയിൽ നുറുങ്ങു കഷ്ണങ്ങളാക്കി വെച്ച് ലോകത്തോട് സാമ്രാജ്യത്വം നൽകിയ മെസ്സേജ്, സാമ്രാജ്യത്വത്തിനെതിരെ തിരിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണമെന്ന് സദ്ദാം ഹുസൈന്റെ മരണവും കേണൽ ഗദ്ദാഫിയുടെ മരണവും നമ്മുടെ മുന്നിലില്ലേ? ഇറാനിലെ ഭരണാധികാരികൾക്കെതിരായി ലോക സാമ്രാജ്യത്വം എന്തിനു വേണ്ടിയാണ് ഇന്ന് വലിയ ബഹളം കൂട്ടുന്നത്? വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇന്ത്യയുടെ സാഹചര്യം നോക്കൂ. 1 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ കിടന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അത് ഇന്ത്യയിലെ ഒരു മുദ്രാവാക്യമായി, ഇന്ത്യയിൽ ഒരു പ്രധാന പ്രശ്നമായി കൊണ്ടുവന്നത്. എന്തുകൊണ്ട് നമുക്ക് യോജിച്ചുകൂടാ? തിന്മകൾക്കെതിരായി നന്മയുടെ പക്ഷത്തു നിന്ന് നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒരു എതിർപ്പും രേഖപ്പെടുത്താതെ തന്നെ, ഒരു ചാഞ്ചാട്ടവും വരുത്താതെ തന്നെ എന്തുകൊണ്ട് ഈ തിന്മകൾക്കെതിരായി എന്തുകൊണ്ട് നമുക്ക് യോജിച്ചു? ആ 1 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാരെ ജയിലിലടച്ചത് ഇന്ത്യയിലെ ഭരണകൂടമാണ്. ആരാണ് ഇന്ത്യ ഭരിക്കുന്നത്? ഒരു മുസ്ലിം വനിതാ റിപ്പോർട്ടറെ അബ്ദുൽ നാസർ മദനിയുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ, ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ തൊട്ടുകൂടാത്തവളായി എഴുതി രേഖപ്പെടുത്തപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ നാട്ടിലാണ് എന്നത് വിസ്മരിച്ചുകൂടാ. എന്തുകൊണ്ട് നമുക്ക് ഇത്തരം തിന്മകൾക്കെതിരെ യോജിച്ചുകൂടാ? നമ്മുടെ നാട്ടിലില്ലേ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് 5 ചെറുപ്പക്കാരെ പ്രകാശ് കാരാട്ട് CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊണ്ടുപോയി സംസാരിച്ചില്ല ഇന്ത്യൻ പ്രസിഡന്റ്. വോട്ടിന്റെ എണ്ണം നോക്കിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറഞ്ഞത്. ഈ 5 ചെറുപ്പക്കാരുടെ പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതല്ലേ പിന്നീട് ഇന്ത്യയിലെ എല്ലാ മതസംഘടനകളും ഏറ്റെടുത്ത് പറഞ്ഞത്, അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ആദ്യമായി അത് ഇന്ത്യയുടെ മണ്ണിൽ ഉയർത്താനുള്ള ആർജവം കാണിച്ചത്, ചങ്കുറപ്പ് കാണിച്ചത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും. വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നല്ല ഉയർന്ന വേദികളിൽ നല്ല സംവാദങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ തിരുത്തണം. നിങ്ങൾക്ക് തിരുത്തലുകൾ വേണ്ടിടത്ത് നിങ്ങളും തിരുത്തണം. തിരുത്തലുകൾ പാടില്ലാത്തിടത്ത് വിശ്വാസം തുടരട്ടെ, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ ലോക സാമ്രാജ്യത്വവും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും അടിച്ചമർത്തപ്പെട്ടവനെ ചൂഷണം ചെയ്യുമ്പോ, അടിച്ചമർത്തപ്പെട്ടവനെ നികൃഷ്ട ജീവികളായി ചിത്രീകരിക്കുമ്പോ പ്രതിഷേധത്തിന്റെ അഗ്നി ഉയർത്താൻ, പ്രതിഷേധത്തിന്റെ 1000 മുഷ്ടികൾ വാനത്തുയർത്താൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് യോജിക്കാൻ കഴിയും, തീർച്ചയായും. ആ യോജിപ്പിന്റെ മേഖല കണ്ടെത്താൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തിന് കഴിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെറുതാണ്. ലോകത്ത് സാമ്രാജ്യത്വം ചെയ്തു പോയ വലിയ കുടിലതകൾക്കും വലിയ കലാപാന്തരീക്ഷങ്ങൾക്കും എതിരെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ ലോകത്ത് ആരോപിക്കപ്പെടാനുണ്ടാവുക. അതൊക്കെ വലിയ വലിയ സംഭവങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ നല്ല അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ മറ്റൊരു പ്രസംഗത്തിൽ 2ാമത്തെ കുറിപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വന്ന ഒരു കേരളം മറക്കരുത്. നമ്മൾ നരേന്ദ്രമോദിക്ക് ഈ നാട്ടിൽ വരാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അത്ര കുടിലതകൾ ചെയ്ത, അതിന് മറ്റു പലതും സമ്മാനങ്ങളായി കൊടുക്കുന്ന ഒരു ഭരണകൂടം. ഇതൊക്കെ താൽക്കാലികമായി നമുക്ക് തോന്നാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന തോന്നലുകൾ നമുക്കുണ്ടാവും. പക്ഷേ ഭയപ്പെടാനുള്ള ഭയാനകമായ ഒരു അധിനിവേശത്തിന്റെ ചെറിയ തുരുത്തുകൾ മാത്രമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ആ ഉണ്ടാവലിൽ നിന്ന് നല്ല യോജിപ്പുകൾ കണ്ടെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം മതവിശ്വാസികൾക്കും കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ആ വിശ്വാസത്തെ നല്ലപോലെ യോജിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് നല്ല രൂപത്തിൽ സംഘടിക്കപ്പെട്ട, ചിട്ടയോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട, നല്ല രീതിയിൽ നിങ്ങളുടെ എക്സിബിഷൻ സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ സംഘാടകരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഇനിയും ഇത്തരത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരുപാട് മേഖലകൾ, അതൊരു ജീവിത വ്യവസ്ഥയാണ്, ഭരണവ്യവസ്ഥയാണ്, ഒട്ടേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ,
രേഖപ്പെടുത്തപ്പെട്ട ലോകത്തിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും കമ്മ്യൂണിസ്റ്റുകാരനായി എനിക്കില്ല എന്ന കാര്യം ഞാൻ രേഖപ്പെടുത്തും. അതിലൊരു സംശയമില്ല. അതിന്റെ വ്യാഖ്യാനങ്ങളോട്, അതിന്റെ രീതികളോട്, ചില കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുണ്ടാവും. ശാസ്ത്രീയമായ അതിന്റെ വശങ്ങളോടും ഒക്കെ വിയോജിപ്പുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാനാവും. അതിന്റെ അപ്പുറത്തും ഏറ്റവും വലിയ തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം, ഞങ്ങൾക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാവണം എന്ന പ്രത്യാശയോടുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ എക്സിബിഷൻ 1 മണിക്കൂറോളം നടന്നു കാണുകയും തന്റെ ആശയാദർശങ്ങളിൽ നിന്ന് ഇതിനെ വിലയിരുത്തുകയും ചെയ്ത ബഹുമാനായ അതിഥി ഈ ജയന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ തീർച്ചയായും എവിടെയാണ് മതവും കമ്മ്യൂണിസവും വിയോജിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ വീണ്ടും വീണ്ടും സംവാദങ്ങളിലൂടെയും സംവേദനങ്ങളിലൂടെയും പരസ്പരം അറിയേണ്ടതുണ്ട്. തീർച്ചയായും മതവും കമ്മ്യൂണിസവും വിയോജിക്കുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം. ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി വർഷങ്ങളോളം ഇരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് സാറ് പറഞ്ഞ 1900ങ്ങളുടെ തുടക്കത്തിലും 1940ന്റെ 40കളിലും കേരളം ഏറ്റവും ശ്രദ്ധിച്ച ഒരു മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകമടക്കം അതിന്റെ അണിയറ ശില്പികളിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ താത്വികമായ ശ്രമങ്ങളിൽ നിലമ്പൂരിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം പിന്നീട് നിരീശ്വരവാദിയായി ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിനെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ വഴികളിലൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും എന്തുകൊണ്ട് മതവും കമ്മ്യൂണിസവും വേറിട്ട് നിൽക്കുന്നു എന്ന് വളരെ ശ്രദ്ധേയമായ രചനകൾ നിർവഹിക്കുകയും ആ പോയിന്റുകൾ കമ്മ്യൂണിസത്തിൽ ജീവിച്ച് കമ്മ്യൂണിസത്തിനു വേണ്ടി ജീവിതമൊഴിഞ്ഞു വെച്ച് പിന്നീട് മതത്തിലേക്ക് മാറുകയും മതത്തിന്റെ രംഗത്ത് ഒരിക്കലും എവിടെയാണ് നമ്മൾ തമ്മിലുള്ള വിയോജിപ്പുകൾ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായും നമുക്ക് വളരെ സാഹോദര്യത്തോടു കൂടിയുള്ള സംസാരങ്ങളും സംവാദങ്ങളും ഞങ്ങളെല്ലാവരും ഇസ്ലാമിന്റെ വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങയുടെ സംസാരത്തെ അർത്ഥത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഇവിടെ ഈ സമാപന സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന മനഃശാന്തി എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനു വേണ്ടി അധ്യക്ഷനു വേണ്ടി ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إنه لتذكرة للمتقين وإنا لنعلم أن منكم مكذبين وإنه لحسرة على الكافرين وإنه لحق اليقين
ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ നമുക്ക് അനുഗ്രഹമായി കാരുണ്യമായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം, കാരുണ്യം എന്ന് വിളിക്കപ്പെടുന്ന ഈ മഹത്തായ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ നമുക്ക് നൽകി സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു മാർഗദർശനത്തെ നമുക്ക് അനുഗ്രഹമായി തന്ന സർവശക്തനായ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് നമ്മുടെ ദേഹേച്ഛകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഈ സംസാരത്തിന്റെ ആമുഖമെന്നോണം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ, അനുഗ്രഹത്താൽ മഹാത്ഭുതം ഖുർആൻ കോട്ടക്കൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ അനുഭവകരമായ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള അനേകം ഹൃദയങ്ങളുടെ യാത്രകൾ ഇന്നിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. എക്സിബിഷൻ ഹാളിലേക്ക് പ്രവേശിച്ച് തിരിച്ചിറങ്ങുമ്പോഴേക്കും രാത്രിയും പകലും നമ്മുടെ അന്തരീക്ഷത്തിൽ വരുത്ത മാറ്റത്തിലുപരി ഒരു മഴക്കാലവും ഒരു വേനൽക്കാലവും ഭൂമിയിൽ വരുത്തുന്ന മാറ്റത്തിലുപരി ഹൃദയത്തിൽ ഒരുപക്ഷെ കൂടെ നടക്കുന്നവന് വായിക്കാൻ അറിയാത്ത വിപ്ലവകരമായ മാറ്റങ്ങളും പ്രകമ്പനങ്ങളും പതുക്കെ പതുക്കെ ബോർഡിലേക്ക് നോക്കി നടക്കുന്ന മുന്നിലുള്ള കല്ലുകളെയോ കുഴികളെയോ ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങിയ പതിനായിരങ്ങൾ, നമ്മളോട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ഭുതകരമായ അനുഭവ സ്പർശനങ്ങളും മാറ്റങ്ങളും കൊണ്ട് ഈ പവലിയനുകളിൽ വന്ന് അവസാനം ഒരു കടലാസ് വലിച്ചെടുത്ത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങളെ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ കുറിച്ച് കടന്നുപോയ പതിനായിരങ്ങളുടെ ഹൃദയത്തിന്റെ മാറ്റങ്ങളുടെയും അനുഭവങ്ങളുടെയും പരിസമാപ്തിയായി ഈ ഇൻസൈറ്റിന്റെ സമാപന സമ്മേളനത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒരല്പസമയം സഞ്ചരിക്കാൻ നിങ്ങളോടൊപ്പം എനിക്കും അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇൻസൈറ്റിന്റെ കവാടങ്ങൾ കിടന്ന് പുറത്തിറങ്ങുന്നത് പോലെ തന്നെ ഏതാനും മിനിറ്റുകൾ ഞാനും നിങ്ങളും ഒന്നിച്ച് ഈ വിശുദ്ധ ഖുർആനിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദരങ്ങളെ, തിരിച്ചറിവുകൾ നമുക്ക് നൽകാൻ ഇത് ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷേ ഒരു യാത്രക്കിടയിൽ അറിയാത്ത വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 യാത്രകൾ എനിക്ക് അങ്ങനെയായിരുന്നു. എയർപോർട്ടിലേക്കുള്ള ഒരു യാത്രയിൽ, എന്റെ സുഹൃത്തുമായിട്ട് എയർപോർട്ടിലേക്കുള്ള ഒരു യാത്രയിൽ, രാത്രി 3 മണി സമയത്തുള്ള യാത്രയിൽ, കവലയിൽ എവിടെയെങ്കിലും വഴി ചോദിക്കാൻ ആളില്ലാത്ത യാത്രയിൽ, ഒരുപക്ഷേ ആരെങ്കിലും പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ കിട്ടാത്ത യാത്രയിൽ, അല്പം വൈകി എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി സുഹൃത്ത് ഒരല്പം വേവലാതിയോടുകൂടെ ഇരിക്കുമ്പോൾ വഴിതെറ്റി യാത്ര ചെയ്താൽ ഒരുപക്ഷെ എയർപോർട്ടിൽ വൈകി എത്തിയാലോ എന്ന ആശങ്ക മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വഴി ചോദിക്കാൻ ആരെയും കാണാത്തിടത്ത് ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ, എയർപോർട്ടിലേക്കുള്ള, വിമാനത്താവളത്തിലേക്കുള്ള, ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സ്ഥലത്തേക്കുള്ള നെയിം ബോർഡുകൾ കാണുമ്പോൾ അത് വായിച്ച് ആ ദിശയിൽ ഉറപ്പുവരുത്തി കാറ് ആ വഴിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ഒരു മനസ്സമാധാനം, തെറ്റിയിട്ടില്ല, റൂട്ടിൽ തന്നെയാണ് എന്ന ബോധ്യത. സഹോദരങ്ങളെ, ഈ ബോധ്യതയാണ് അനേകം സങ്കല്പങ്ങളുടെയും വിചാരങ്ങളുടെയും അയാഥാർത്ഥ്യങ്ങളുടെയും ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ വസ്തുനിഷ്ഠമായി ഇനി മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ല എന്ന് പറയത്തക്ക വിധത്തിലുള്ള ബോധ്യതയാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് നൽകുന്നത്. ആ ബോധ്യത അള്ളാഹുവിനെ കുറിച്ചറിയാത്ത, പരലോകത്തെക്കുറിച്ചറിയാത്ത ഒരു ഇൻസൈറ്റിന്റെ സന്ദർശകന് മാത്രമല്ല. ഇത് ബോധ്യപ്പെട്ട് ഈ തിരക്കിനിടയിൽ പോലും ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ച് വാച്ചിൽ നോക്കി സമയം നോക്കി
അടുത്ത പള്ളി തിരഞ്ഞോടുന്ന യാഥാർത്ഥ്യബോധമുള്ളവനെയും ചിലത് ബോധ്യപ്പെടുത്താൻ ഈ ഇൻസൈറ്റിന് ഉണ്ട് സഹോദരങ്ങളെ. ആ ബോധ്യതകൾ ഇതൊരു ലഹരിയായി കാണാതെ, ഇതൊരാഘോഷ പറമ്പായി കാണാതെ, ആത്മാർത്ഥതയോടുകൂടെ ബോർഡുകളിൽ നിന്ന് ബോർഡുകളിലേക്ക് വായിച്ചവരാണ് ഈ ഇരിക്കുന്ന നിങ്ങളെങ്കിൽ നിങ്ങൾക്കുമുണ്ട് അനുഭവത്തിന്റെ കഥ പറയാൻ. ഒരു 80 പേജ് നോട്ട് പുസ്തകം വാങ്ങിയാൽ മലയാളത്തിൽ അക്ഷരങ്ങൾ കൂട്ടിയെഴുതാനും വാചകങ്ങൾ കൂട്ടിയെഴുതാനും പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറയാനുണ്ടൊട്ടനവധി. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നാം പുനഃപരിശോധന തേടേണ്ടത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ്. കാരണം ചില ഹൃദയങ്ങൾ അങ്ങനെ ഉണ്ടത്ര സഹോദരങ്ങളെ. അത് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, സംശയമില്ല കാര്യത്തിൽ. നിരന്തരമായി നമ്മുടെ വീടിന്റെ ഇറയത്ത് നിന്നും വെള്ളത്തുള്ളികൾ മുറ്റത്ത് നമുക്ക് പറിച്ചു കളയാൻ പറ്റാതെ അവശേഷിപ്പിച്ച പാറപ്പുറത്തേക്ക് വീണാലും ക്രമേണ അതിൽ കുഴി വരുമത്രേ. എന്നാൽ എന്തു കേട്ടാലും എന്തറിഞ്ഞാലും ഹൃദയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്ത പാറകളെക്കാളും ഉറച്ച ഹൃദയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്ന്. എന്തു കേട്ടാലും നനവ് പറ്റാത്ത, എന്തു കേട്ടാലും മൃദുലമാകാത്ത, എന്തു കേട്ടാലും കണ്ണു നനയാത്ത, എന്തു കേട്ടാലും മാറാൻ തോന്നാത്ത, എന്തു കേട്ടാലും മാറ്റത്തിന്റെ ചിന്ത വരാത്ത ഒരു ഹൃദയമാണ് എനിക്കെന്ന് തിരിച്ചറിയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന്റെ അനുഭവം സൃഷ്ടിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും ഈ ആയത്തുകൾക്ക്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. സഹോദരങ്ങളെ, ഉറച്ചു നിൽക്കുന്ന, ഭൂമിയെപ്പോലും ഇളകാതെ നിർത്താൻ പര്യാപ്തമായ ഭൂമിയുടെ ആണി എന്ന് പറയുന്ന പർവ്വതത്തിൽ ഇറങ്ങിയെങ്കിൽ ആ പർവ്വതം വിറകൊള്ളുമെങ്കിൽ സഹോദരങ്ങളെ, ഒരു ചെറിയ രോദനം കേൾക്കുമ്പോൾ തേങ്ങുന്ന നമ്മുടെ ഹൃദയം, ഒരു ചെറിയ വികാരം അനുഭവപ്പെടുമ്പോൾ പിടക്കുന്ന നമ്മുടെ ഹൃദയം, വൈകാരികതകളെ ഉദ്ദീപിപ്പിക്കുവാൻ പറ്റുന്ന ഈ മാറ്റത്തിന്റെ ഗ്രന്ഥത്തിന്റെ മുന്നിൽ ഒരു ചിന്തയും നമുക്ക് സമ്മാനിച്ചില്ലെങ്കിൽ നാം നമ്മളെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും വലിയൊരു സന്ദർഭമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബോധ്യതയാണ് പ്രശ്നം. സഹോദരങ്ങളെ, ബോധ്യപ്പെടാത്തവർക്ക് ജീവിക്കുക തന്നെ പ്രയാസമാണ്. എന്തു കാര്യത്തിൽ ബോധ്യതയില്ലാത്ത ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. എന്നോട് ഈ കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞ ഒരു രക്ഷിതാവിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അയാൾ 30 കൊല്ലം തന്റെ ഭാര്യയെയും കുട്ടികളെയും ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കടുത്ത ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവനെ ഹിഫ്ളിനയച്ചു, ഞാൻ അവനെ കോളേജിൽ അയച്ചു, ഞാൻ അവനെ എല്ലാ ക്ലാസുകളിലും പങ്കെടുപ്പിച്ചു, ഈ പ്രാവശ്യം പ്രോഫ് കോഡിന് അവനെ പിടിച്ചു കൊടുന്നു നിർത്തി, പക്ഷേ വൈകുന്നേരം അവൻ തിരിച്ചുപോയി. എനിക്കെന്തുകൊണ്ടാണ് എന്റെ കുട്ടിയെ കൊണ്ട് തട്ടമിടിക്കാൻ പറ്റാത്തത്? എനിക്കെന്താണ് എന്റെ മോനെ കൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത്? 30 കൊല്ലത്തെ പരാജയത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ചോദിച്ചറിഞ്ഞപ്പോൾ ഒന്നേ ഉള്ളൂ, അയാൾക്കേ ബോധ്യപ്പെട്ടിട്ടുള്ളൂ, കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അയാൾക്ക് ബോധ്യപ്പെട്ടതിന് 16 വയസ്സുള്ള പെൺകുട്ടി തട്ടമിടണമെന്ന് പറഞ്ഞാൽ അവൾക്ക് സാധിക്കൂല. വാപ്പാക്ക് വേണ്ടി തട്ടമിട്ടാൽ അത് എത്ര നാൾ നടക്കും? വാപ്പാക്ക് വേണ്ടി നിസ്കരിച്ചാൽ എത്ര നാൾ നടക്കും? സഹോദരങ്ങളെ, നമുക്ക് ബോധ്യപ്പെടണം. നമുക്ക് ബോധ്യപ്പെട്ടതേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി ചെയ്തത് ബോധ്യപ്പെടുത്തുക, വെറുതെ ചെയ്യണ്ട. ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഖുൽ നബിയേ പറയുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഈ സത്യം നിങ്ങളുടെ റബ്ബ് കൊടുത്തയച്ചതാണ്. ഈ സത്യയാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്ന ഈ ദൈവീക സന്ദേശങ്ങൾ അല്ലാഹു നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ സത്യം സത്യമാണെന്നിരിക്കെ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിക്കാത്തവൻ നിരാകരിച്ചു കൊള്ളട്ടെ. പക്ഷേ ബോധ്യപ്പെടാൻ ശ്രമിക്കാതെ, മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കാതെ, ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ കടന്നു പോകുന്നവരോട് പ്രവാചകരെ പറയണം, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന നാറാ, കത്തിജ്വലിക്കുന്നൊരഗ്നിയെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നരകം നിസ്സാരമല്ല. നരകത്തിന്റെ ചൂടുകളിൽ ദാഹജലത്തിനു വേണ്ടി അവർ അന്വേഷിക്കുമ്പോൾ അവർക്ക് ലോകമുരുകിയ പാനീയങ്ങളെയാണ് കുടിക്കാൻ കൊടുക്കുന്നത്.
അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ബോധ്യപ്പെടാനുള്ള ഒരു ശ്രമം അത് എല്ലാവരും നടത്തണമെന്നാണ് മഹാത്ഭുതം ഖുർആൻ എന്നുള്ള ഇൻസൈറ്റിന്റെ ബോർഡ് ജനങ്ങളോട് പറഞ്ഞു. എന്തിനാ മഹാത്ഭുതം ചേർത്തത്? എന്തിനാ സഹോദരങ്ങളെ മഹാത്ഭുതം ചേർത്തത്? വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടും. കേറി ഇറങ്ങുമ്പോഴേക്കും ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കണമെന്നേ നമ്മൾ ആളുകളോട് പറഞ്ഞതുള്ളൂ. ഈ ബോധ്യത ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഇൻസൈറ്റിന്റെ ഒന്നാമത്തെ പവലിയൻ. സഹോദരങ്ങളെ, നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ബോധ്യപ്പെടുത്തുന്നത് വെറുതെ അല്ല, അത് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഇൻസൈറ്റിലൂടെ നടക്കുന്നത്. അതും ഒരുപക്ഷെ ഇതുവരെ നിസ്കാരവും നോമ്പൊക്കെ പാലിച്ച ആൾക്കാർക്ക് തന്നെ ചില കാര്യങ്ങൾ ഇതിലൂടെ കടന്നുപോയപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ ബോധ്യത ജീവിതത്തിന് നമുക്ക് നൽകുന്ന ശാന്തിയും സമാധാനവും ചെറുതല്ല. ഞാൻ ഉദാഹരണം പറയാം. എന്താന്ന് വെച്ചാൽ, എനിക്കുണ്ടായ ഈ പ്രാവശ്യം ഉണ്ടായ അനുഭവം, ഈ യാത്രാവേളകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതിയാണ് കുട്ടികളുടെ കരച്ചിൽ. എന്തിനാ കുട്ടികൾ കരയണത്? ചില കുട്ടികൾ പറയും, ഉമ്മ ഇവിടെ ഇറങ്ങണം എന്നാണ്. ഈ ബസ്സിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഇവിടെ ഇറങ്ങണം. സഹോദരങ്ങളെ, എന്താണ് ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം? കുട്ടിനെ മടിയിലിരുത്തിയ ഉമ്മയ്ക്കറിയാം എവിടേക്ക് പോകുന്നുവെന്ന്. എന്താണ്? ആങ്ങളെ ഹോസ്പിറ്റലിലാണ്, കാണാൻ പോവുകയാണ്. അതുകൊണ്ട് 3 മണിക്കൂർ ഇറങ്ങാതെ ബസ്സിൽ ഇരുന്നേ പറ്റൂ. ആ ബോധ്യത കുട്ടിയെ മടിയിൽ വെച്ച ഉമ്മാക്കുള്ളൂ, കുട്ടിക്കില്ലല്ലോ. അതുകൊണ്ടാ കുട്ടി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇറങ്ങണം എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബന്ധുവിനെ കാണാൻ പോകുന്നതിന്റെ ആവശ്യം മനസ്സിലാക്കാത്തത് കൊണ്ട് കുട്ടിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് പ്രാഥമിക കാര്യങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ഉമ്മക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഉമ്മാക്ക് ബോധ്യമുള്ളതുകൊണ്ട്. പൊന്നു സഹോദരങ്ങളെ, ഈ ജീവിതം എന്താണെന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാനാവില്ല നമുക്ക്. ഒരു രോഗത്തിന്റെ പ്രതിസന്ധി വന്നാൽ നാം ആർത്തു കരയും. എന്തിനാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഒരു വലിയ കടവും പ്രതിസന്ധിയും നമുക്ക് വന്നാൽ, സഹോദരങ്ങളെ, നമ്മൾ കുടുങ്ങിപ്പോകും, പരാജയപ്പെട്ടു പോകും, മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റൂല. ജീവിതം എന്തിനാണെന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാവണം. അതേതു സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുമ്പോൾ ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും അതിനെ മറികടക്കാൻ നമുക്ക് പറ്റും. സുഹൃത്തുക്കളെ, എന്തിനാണ് ജീവിതം? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഈ ഹ്രസ്വമായ ഒരു ജീവിതത്തിന്റെയും മരണത്തിന്റെയും കാലാവധി കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ ജീവിതത്തിനേക്കാളും സുന്ദരമായ ഒരു ജീവിതം നേടണം. വമൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ്. വല്ലാത്തൊരു ആയത്താണത്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ മതാഅ് എന്നുള്ളതിന് പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനം ഒരു തളിക എന്നാണ്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഒരു വസ്തു, ഉപകരണ വസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപകാരം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ?
എന്റെ വീട്ടിന്റെ അലമാര നിറച്ച് പാത്രങ്ങളുണ്ട്, അത് ഭക്ഷണം കഴിക്കുമ്പോഴേ ആവശ്യമുള്ളൂ. എന്റെ ആങ്കറിൽ നിറയെ വസ്ത്രങ്ങളുണ്ട്, അതെനിക്ക് യാത്ര ചെയ്യുമ്പോഴേ എനിക്ക് ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും. ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു വീണത് മുതൽ കണ്ണടക്കുന്നത് വരെ മാത്രമേ ഈ ഭൂമി എനിക്ക് പ്രയോജനമുള്ളൂ. കുറഞ്ഞ സമയത്തൊരു പ്രയോജനം മാത്രം. എന്തിനാണ് ഈ ഭൂമിയിലെ ഹ്രസ്വമായ ഒരു സമയം? എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്? അത് കൃത്യമായി ഖുർആൻ പറഞ്ഞു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ജീവിതത്തിന്റെ എല്ലാ പ്രയോജനങ്ങളെയും എല്ലാ ദൗത്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതം പരിസമാപ്തി കുറിക്കും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ജീവിതത്തിന്റെ പ്രയാണ വഴിയിൽ നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആരോഗ്യം അനുഭവിക്കുന്ന സമയമുണ്ടാകും, രോഗം കൊണ്ട് വേദന കടിച്ചിറക്കി കിടക്കുന്ന സമയമുണ്ടാകും, അഭിവൃദ്ധികളും സമ്പത്തുക്കളും കൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന സമയമുണ്ടാകും. നാളെ വീട്ടാനുള്ള കടത്തെക്കുറിച്ചോർത്ത് ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടാകും. വിവാഹത്തിന്റെ സന്തോഷ പന്തലുകൾ ഉണ്ടാകും. മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖ നിമിഷങ്ങൾ ഉണ്ടാകും. സന്തോഷത്തോടെ യാത്രയാക്കുന്ന മക്കളെ ഭർത്തൃവീട്ടിൽ നിന്നും തിരിച്ചേറ്റുവാങ്ങേണ്ട ദുഃഖത്തിന്റെ സമയമുണ്ടാകും. എല്ലാറ്റിനുമിടയിൽ നിങ്ങളുടെ ജീവിതം തട്ടി നീങ്ങി മരണത്തിലേക്കെത്തും. വഇലൈനാ തുർജഊൻ, പരീക്ഷണം പൂർത്തിയാക്കി അടുത്ത ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തണമെന്നു തീരുമാനിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനമായാൽ മരണത്തിന്റെ കവാടത്തിലൂടെ നിങ്ങളെ തിരിച്ചു വിളിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. എല്ലാവരും മരണത്തെ രുചിക്കും. നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. സുഹൃത്തുക്കളെ, അപ്പൊ രോഗം വന്നാൽ ഞാൻ വിജയിക്കും ഈ പരീക്ഷണത്തിൽ. വേദനയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും മുഖത്ത് കാണാതെ സഹിച്ചു ഞാൻ കിടക്കും. സുഹൃത്തുക്കളെ, രോഗങ്ങൾ നമ്മുടെ തൊലികളെയും മാംസങ്ങളെയും കാർന്നു തിന്നാലും മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടാതെ കിടക്കും. എന്തുകൊണ്ട്? നമുക്കറിയാം എങ്ങോട്ടാ പോകേണ്ടത്. കരയില്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് വാശി പിടിക്കില്ല. ഒരു ചെറിയ ചൂടിക്കഷ്ണത്തിൽ ജീവിതത്തെ സമാപിപ്പിക്കില്ല. അതെ, ജീവിതത്തെ ശരിക്ക് ബോധ്യപ്പെടണം. അത് അത്തരം സന്ദർഭങ്ങളിൽ നിൽക്കുമ്പോഴാണ് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക. സുഹൃത്തുക്കളെ, കടങ്ങളും വേദനകളും വന്നപ്പോൾ നാം തിരിച്ചറിഞ്ഞു, ഇതൊരു പരീക്ഷണം, നാളെ പ്രതിഫലം കിട്ടാൻ. ക്ഷമിച്ചാൽ എനിക്ക് കൂലി കിട്ടും, എന്റെ സ്വർഗം തീരുമാനിക്കപ്പെടുകയാണ്. ക്യാൻസറിന്റെ വേദനയിൽ കിടക്കുമ്പോൾ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കും? ഈ പരീക്ഷണത്തിൽ ജയിച്ചേ പറ്റൂ. ആരോഗ്യത്തെക്കാളും നല്ല സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. സുഹൃത്തുക്കളെ, ജീവിതം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് ബോധ്യത. ഇതേ ഒരു ജീവിത പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല, മരണം മുന്നിൽ വരുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തവനെ എന്താ ചെയ്യ സഹോദരങ്ങളെ? ആലോചിച്ചോക്ക നിങ്ങൾ. ഒരു ജീവിതകാലം മുഴുവനുള്ള എല്ലാ സ്വപ്നങ്ങളെയും ഒരു സെക്കൻഡ് കൊണ്ടാണ് അവസാനിക്കുന്നത്. എന്റെ വീട് പോവുകയാണ്, എന്റെ ഭാര്യനെ അന്യരാക്കി കല്യാണം കഴിക്കാം. സുഹൃത്തുക്കളെ, എന്റെ വീട്ടിലെ കാറുകൾ എനിക്കന്യമാവുകയാണ്, അതിന്റെ ഉടമസ്ഥം മാറുകയാണ്. ഇനി ഒരു നേരം ഈ തീന്മേശയിൽ എനിക്ക് ഭക്ഷണമില്ല, ഇനി ഒരല്പസമയം ഈ ഫാൻ എനിക്ക് വേണ്ടി കറങ്ങില്ല. എന്റെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാഹും ബിസ്സാഹിറ. ഖിയാമത്ത് നാളിൽ ആളുകളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പിച്ചു മരിച്ചുപോയവർ, ഇനിയൊരു പുനരുദ്ധാരണമില്ലെന്നുറപ്പിച്ചു മരിച്ചുപോയവർ, ഇനി ഈ ജീവിതത്തിനൊരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പിച്ചവർ, തിരിച്ചുവരാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന പോലെ കണ്ണു തുറന്ന് ഭൂമിയിൽ എഴുന്നേൽക്കുമ്പോൾ അവർ ബോധ്യപ്പെടാത്തവർ, ജീവിതം എന്തെന്ന് ബോധ്യപ്പെടാത്തവർ ചോദിക്കും, യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹഫിറ, ഞങ്ങൾ പൂർവസ്ഥിതി പ്രാപിക്കുകയാണോ?
ഞങ്ങളന്ന് ഭൂമിയിൽ ജീവിച്ച പോലെ ഇനിയും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണോ? എന്നിട്ടവർ പറയുന്ന വാക്കു കേട്ടോളൂ സഹോദരങ്ങളെ. ഈ പവലിയൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പരലോകം ബോധ്യപ്പെടാതെ കണ്ണടച്ചവൻ പറയും, നുരുമ്പിച്ച എല്ലുകളായി മണ്ണണിഞ്ഞു പോയിട്ടും തിരിച്ചു വരികയാണോ ഇപ്പോൾ ഞങ്ങൾ? തിൽക ഇദൻ കറത്തുൻ ഖസിറ, നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും അത്. ഒന്നും കരുതി വെക്കാതെ തിരിച്ചു വന്നൊരു ധാരണ പോലുമില്ലാതെ മരിച്ചു പോന്ന ഞങ്ങൾ അത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിപ്പോകുകയാണെങ്കിൽ ഞങ്ങളെക്കാളും കഷ്ടപ്പെടേണ്ടി വരുന്നവർ, ഞങ്ങളെക്കാളും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവർ മറ്റാരുമില്ല. സുഹൃത്തുക്കളെ, ചിന്തിക്കാൻ എവിടെ സമയം? ഇന്ന് എക്സിബിഷൻ കാണാൻ മണിക്കൂറുകളുണ്ട്, ഇന്ന് ഖുർആൻ പഠിക്കാൻ അവസരങ്ങളുണ്ട്, ഇന്ന് അമുസ്ലിമിനും മുസ്ലിമിനും ഖുർആൻ കേൾക്കാൻ അവസരമുണ്ട്. എന്നാൽ ഖിയാമത്തു നാളിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കണ്ണു തുറക്കുമ്പോൾ, നഷ്ടത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ, മണ്ണിൽ തന്നെ സമാപനം കുറിച്ചിരുന്നുവെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിലപിക്കുമ്പോൾ അവനു കാത്തു നിൽക്കാൻ ഇവിടെ സമയം? ഒരു ഇരമ്പൽ, ഒരു ശബ്ദം, ലോകത്തെ ജനകോടികൾ ഭൂമിക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇതാകും ബിസ്സാഹിറ, എല്ലാ മനുഷ്യരും ഭൂമിയുടെ ഉപരിതലത്തിൽ നിരന്നു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാർ! നമ്മൾ ഓരോ അനക്കത്തിലും ആ ബോധ്യതയിലാണ് ജീവിക്കുന്നത്. റോട്ടിക്കണ്ട് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ അർദ്ധവസ്ത്രത്തോടെ നടന്നു പോകുമ്പോൾ കണ്ണിനെ താഴ്ത്തിയത് എന്തേ? ഒരു ബോധ്യം. കബറിൽ നിന്ന് കണ്ണു തുറക്കുമെന്നൊരു ബോധ്യത. സുഹൃത്തുക്കളെ, പണത്തിനേറെ ആവശ്യമുണ്ടായിട്ടും കണക്ക് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരു1000ന്റെ നോട്ട് കയ്യിൽ വന്നപ്പോൾ തിരിച്ചു കൊടുത്തത് എന്തേ? കണ്ണു തുറക്കുമെന്ന ബോധ്യത. ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം. സഹോദരങ്ങളെ, ഇവിടെ മാത്രമല്ല ശാന്തി, ഖബറിൽ ശാന്തി. എല്ലാവരും കണ്ണു തുറന്ന് ഞെട്ടി ഉണരുന്ന പരലോകത്ത് സമാധാനത്തോടെയുള്ള എഴുന്നേൽപ്പോ സംഭവിച്ചുവല്ലോ. ഞാൻ എത്ര ലക്ഷങ്ങൾ ഒഴിവാക്കി ഈ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ഓർത്ത്, ഞാൻ എത്ര പ്രാവശ്യം കണ്ണു ചിമ്മി, ഞാൻ എത്ര ലക്ഷങ്ങൾ വിലപ്പെട്ടത് ചെക്ക് ചെയ്ത് കൊടുത്തു. അതാ ആ സത്യമിതാ ഇന്ന് പുലർന്നിരിക്കുന്നു എന്നറിയുന്ന ഖിയാമത്ത് നാളിൽ കണ്ണു തുറക്കുമ്പോൾ എന്താഹ്ലാദത്തോടെ ആയിരിക്കും. അന്ന് എഴുന്നേറ്റ് വരുന്ന ആളുകൾ എന്തിനു വേണ്ടി സഹോദരൻ? ലിയുറമാലകും, കർമ്മഫലങ്ങളെ കാണാൻ കബറിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എന്തൊരാഹ്ലാദമായിരിക്കും ആ ബോധ്യതയുള്ളവർക്ക്. സഹോദരങ്ങളെ, ബോധ്യതയുണ്ടോ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലും നമ്മൾ വേദനിക്കില്ല, നിലവിളിക്കില്ല, കരയില്ല. എന്റെ മനസ്സിലുണ്ട് ഒരാൾ, സഹോദരങ്ങള്, ഗൾഫിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് അയാൾ. മനസ്സിലായി? രോഗം വന്നൊരു ചികിത്സക്ക് നാട്ടിക്ക് വന്നതാണ്. അയാൾ എല്ലാ സ്ഥലങ്ങളിലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഓരോ ദിവസവും യാത്ര ചെയ്ത് തന്റെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കി വരികയാണ്. ഒരു കുഗ്രാമത്തിൽ അയാൾ കൊട്ടാരം പണിതിരിക്കുന്നു, നാട്ടുകാർക്ക് പറ്റാത്ത. അവിടുത്തെ അങ്ങാടിയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തിയാകാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ക്യാൻസർ, ചികിത്സയില്ലാത്ത ക്യാൻസർ, ഒന്നും പറ്റൂല. സഹോദരങ്ങളെ, വീട്ടിക്ക് തിരിച്ചു കൊടുന്ന് കിടത്തിയിട്ട് അയാൾ ചെയ്ത അവസ്ഥകൾ, അയാളെ കാണാൻ ചെന്നവർ വാതിലടച്ചു. അയാൾ ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കയറ്റിയില്ല. ഫോൺ ബെല്ലടിച്ചാൽ ഫോണിന്റെ റിസീവർ എടുത്ത് അയാൾ വലിച്ചെറിയും. തന്റെ അവസാന നിമിഷങ്ങളിൽ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന പിഞ്ചോമന പൈതങ്ങളെ കുറിച്ച് ഭാര്യയോട് പറയും, എടുത്തു കൊണ്ടുപോകടി അവനെ ഇവിടെ നിന്ന്. സഹോദരങ്ങളെ, അയാൾക്ക് എന്തു പറ്റി? മരണസമയത്ത് തന്റെ മക്കളെ കാണാൻ ആഗ്രഹിക്കലല്ലേ എല്ലാരും ചെയ്യാ? എന്തായാലും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു മരണത്തെ. ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്ക് അയാൾക്ക് ബോധ്യപ്പെടാൻ ഇത്തരം ഒരു പവലിയിൽ അയാളെ ആരും വിളിച്ചു കേറ്റിയില്ല. മരണത്തിന്റെ സമയത്ത് തിരിച്ചറിയാൻ സമയമില്ല. ഒരു ഫ്ലെക്സ് ബോർഡും അയാൾ വായിച്ചില്ല, ഒരു സിഡിയും അയാൾ കേട്ടില്ല. സഹോദരങ്ങളെ, ബോധ്യതയാണ് ഈ ഇൻസൈറ്റിന്റെ പ്രത്യേകത. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖം തോന്നുന്നുണ്ടാകാം, നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു അയൽവാസിയെ ബോധ്യപ്പെടുത്താൻ ഒരു ചെറിയ ക്ഷണിക്കാൻ വിട്ടുപോയതിൽ, ഒരു ഫോൺ ചെയ്യാൻ വിട്ടുപോയതിൽ, നമ്മുടെ ഒരു സുഹൃത്തിനോട് ഒന്ന് വന്ന് കണ്ടുപോകൂ എന്ന് പറയാൻ സഹോദരങ്ങളെ നമ്മുടെ തിരക്കിൽ പറ്റാതെ പോയതിൽ നമ്മൾ ഖേദിക്കണം. ഈ സമാപന ദിവസം നമുക്ക് സന്തോഷമല്ല, കാണേണ്ട 10,000 നമ്മുടെ പരിസരത്തിലുണ്ടെന്ന് അറിയുമ്പോൾ, ഇതിന്റെ പവലിയൻ പൊളിച്ച് ഫ്ലക്സുകൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ദുഃഖമാണ് സഹോദരങ്ങളെ. ഇനിയും വിളിക്കേണ്ടവർ പരിസരത്തുണ്ട്,
ഇനിയും ഒന്നും കൂടെ വായിച്ച് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാനുണ്ട്. നാം തിരിച്ചറിയണം, ബോധ്യതയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു പോകാൻ പറ്റില്ല. സഹോദരങ്ങളെ, മറ്റൊരു അത്ഭുതം, വളരെ പ്രമുഖന്മാരായ ഒട്ടനവധി ആളുകൾ ഇൻസൈറ്റിലൂടെ കടന്നുപോയപ്പോൾ പെരിന്തൽമണ്ണയിൽ ഞാൻ അവരുടെ കൂടെ നടന്നു. ഇവിടെയും പലരും നടന്നിട്ടുണ്ടാവും. സഹോദരങ്ങളെ, ജീവിതത്തിലെ വലിയ തിരക്കുള്ള ആൾക്കാരാ വന്നിരുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പോ ശേഷോ ഒരു 10 മിനിറ്റ് കയറണമെന്ന് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള അത്യുന്നതന്മാരോട് കൂടെ നടക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞു, എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലുള്ള ആൾക്കാർക്ക് അല്പം മഹത്വത്തോടു കൂടെ നടക്കാനും നിൽക്കാനും പോകാനൊക്കെ പറ്റുള്ളൂ. സഹോദരൻ, മനുഷ്യന്റെ സ്വഭാവം. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു ലക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിലും അടക്കത്തിലും അനക്കത്തിലും ഒക്കെ കാണാൻ പറ്റും. എന്ന സഹോദര, ഒന്നാമത്തെ ആ ജീവിത യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന 4 ഫ്ലക്സ് വായിച്ചു കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വിനീതമാകുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ പറ്റി. ഏതു വല്ല ചക്രവർത്തിയും സഹോദരങ്ങളെ ഈ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് മുമ്പിൽ വിനീതനാവും, കുമ്പിടും, ഒരു സംശയമൊക്കെ ആയിരിക്കും. ആ വിനയം സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ. ഒന്ന് വായിച്ചാൽ മതി. സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആ ഫിർഔന്റെ ജഡം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? ലോകത്തെ ഏറ്റവും അത്യുന്നതനായ ഒരു അക്രമിയെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് പടച്ച തമ്പുരാൻ. ആരും ജീവിതത്തിൽ ഒരിക്കൽ വിനീതപ്പെടേണ്ടി വരും സഹോദരങ്ങളെ. ജീവിതത്തിന്റെ ഓട്ടങ്ങൾക്കിടയിൽ ഒന്ന് കാണാൻ പറ്റുന്ന ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിനയം ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ ഏതൊരുത്തരെയും വിനീതനാക്കും. അതങ്ങനെ അല്പം ഒരു വളരെ തിരക്കുള്ള ഒരാൾ ആദ്യം വിളിച്ചപ്പോൾ അയാൾക്ക് കാണണം തന്നെയല്ല, പക്ഷെ നമ്മളെ നിർബന്ധത്തിന് ഇത് നിങ്ങൾ പവനിയിലൊന്ന് കേറി എന്ന് പറയാൻ. സഹോദരങ്ങളെ, കേറി ആദ്യത്തത് വായിച്ചു. ഞാനൊന്നും ഓർക്കുന്നു, 3/4 മണിക്കൂർ കണ്ടിട്ട് അദ്ദേഹം നിർബന്ധപൂർവ്വം തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം കാറിൽ കയറുമ്പോൾ പറഞ്ഞ വാക്കുണ്ട് സഹോദരങ്ങളെ, വെറുതെ സുഖിപ്പിക്കാൻ പറഞ്ഞ വാക്കല്ല. എനിക്കത് മുഴുവൻ കാണാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അല്പം നേരത്തെ വരുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരല്പസമയം നിൽക്കാൻ ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, ആരാ പറയണത്? ലോകത്തെ ഏത് എയർപോർട്ടിലും ഇറങ്ങിയവരാണിവർ. ലോകത്തെ ഏത് 5 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചവരാണവർ. കുട്ടികൾ കാണാനും പാടാനും കളിക്കാനുമുള്ള എക്സിബിഷൻ നഗരികളിലൂടെ കടന്നുപോയവരാണവർ. സുഹൃത്തുക്കളെ, എന്റെ ഇൻസൈറ്റ് അവരെ സ്വാധീനിക്കാൻ അവിടെ കീറിമുറിച്ച ഡെഡ് ബോഡിയുണ്ടോ? ഹൃദയവും കരളും കാണാൻ പറ്റുന്ന ഡെഡ് ബോഡിയുണ്ടോ? എന്നാൽ കാണാൻ കൗതുകത്തിന് വന്നതാണെന്ന് പറയും. അവിടെ കാണാൻ ഖുർആനിന്റെ സുന്ദര വാക്യങ്ങൾ, സുന്ദരമായ ആയത്തുകൾ. സഹോദരങ്ങളെ, അല്പം ഈമാനുള്ളവർ അത് കാണുമ്പോഴേ വല്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാവും. വഇന്നഹു ലതദ്കിറത്തുൻ ലിൽമുത്തഖീൻ വഇന്നാ ലനഅലമു അന്ന മിൻകും മുകദ്ദിബീൻ വഇന്നഹു ലഹസ്റത്തുൻ അലൽ കാഫിരീൻ വഇന്നഹു ലഹഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം വഇന്നഹു ലതദ്കിറത്തുൻ ലിൽമുത്തഖീൻ. അല്പം തഖ്വയോടുകൂടെ ജീവിക്കുന്നവർക്ക് ഉത്ബോധനമാണ് ഖുർആൻ. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസവും ദീനും ഉള്ളവനൊക്കെ ഈ ഫ്ലക്സ് ഇങ്ങനെ വായിക്കുമ്പോഴേ മനസ്സിൽ പല നല്ല ചിന്തകളും നല്ല ആലോചനകളും നന്നാകാനുള്ള വിചാരങ്ങളും. ഒന്ന് വായിക്കുമ്പോൾ അടുത്തത് വായിക്കാൻ ആഗ്രഹം, അടുത്ത് വായിക്കുമ്പോൾ അടുത്ത് വായിക്കാൻ ആഗ്രഹം. സഹോദരങ്ങളെ, അല്ലാത്തവർക്കോ ചില സത്യങ്ങളെ, ജീവിതത്തിൽ കാണാത്ത ചില സത്യങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു സമയം. ഒരുപക്ഷേ ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് എനിക്കും സംസാരിച്ച വ്യക്തിയും അവസാന സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരൻ. അതന്നെയാണ് നമ്മുടെ എക്സിബിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവിതത്തെക്കുറിച്ച് മുഴുവൻ പറയാൻ നമ്മക്കേ പറ്റുള്ളൂ. ജീവിതത്തെക്കുറിച്ച് മുഴുവൻ പറയാൻ, ഒന്നും വിട്ടുപോകാതെ പറയാൻ, ജീവിതത്തെക്കുറിച്ചുള്ള എന്ത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു തത്വസംഹിതയാണ്, ഒരു മഹാഗ്രന്ഥമാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിനീതമായി അതിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. ഒരു ഖുർആന്റെ ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഈ ആയത്തുകൾ നമുക്ക് നാളെ എതിരെ സാക്ഷി നിൽക്കും. നമ്മൾ നല്ലോണം ആലോചിക്കണം സഹോദരങ്ങളെ, നല്ലോണം ചിന്തിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ദീനില്ലാതെ ഇതിലെ കടന്നുപോയ എത്രയോ ആളുകൾ ചിലപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവാം, ഖുർആൻ പഠിച്ചിട്ടുണ്ടാവാം, ഒരു മാറ്റം സിദ്ധിച്ച് കണ്ടത് മുതൽ അവസാനം വരെ ഇൻസൈറ്റിന്റെ പവനിയിൽ വന്ന്
ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ടാകാം. സുഹൃത്തുക്കളെ, അവർക്ക് വെളിച്ചം നൽകാൻ ഈ പന്തല് കെട്ടിയ നാം, ഇവിടെ ഡെമോൺസ്ട്രേറ്റർമാരായി നിന്ന നാം, ഇതിന് വളണ്ടിയർമാരായി നിന്ന നാം, അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടായപ്പോൾ ചെറിയൊരു മാറ്റം പോലുമില്ലാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ഈ ഖുർആൻ നമുക്ക് നാളെ എതിരെ സാക്ഷി നിന്നേക്കും. അതുകൊണ്ട് ജീവിതത്തിലൊരു മാറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ എക്സിബിഷനിൽ വന്ന ആർക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മൾക്കുണ്ടായ മാറ്റം എന്ത് നിങ്ങൾ മനസ്സാക്ഷിയോട് ഇപ്പൊ ചോദിക്കണം സഹോദരൻ. ഈ എക്സിബിഷൻ മുഴുവൻ നടന്ന് കണ്ട് ഈ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാനും നിങ്ങളും എന്തേ തീരുമാനിച്ചു? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താ യാഥാർത്ഥ്യം വെച്ചാൽ, ഒരു 10 കൊല്ലം കൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിൽപ്പെട്ട പല ആളുകളും സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മളെ പരിഹസിക്കാനും ഏറ്റവും കൂടുതൽ നമ്മളെ കളിയാക്കാനും ഏറ്റവും അധികം അസത്യങ്ങളെ കൊണ്ട് നമ്മളെ ആരോപിക്കാനും തയ്യാറായപ്പോൾ ഒരു യാഥാർത്ഥ്യം ഇവിടെ സംഭവിച്ചു. എന്താ സംഭവിച്ചെങ്കിൽ, ഈ സമൂഹത്തിലെ നിഷ്കളങ്കന്മാരായ ലക്ഷോപലക്ഷം ആളുകൾ സഹോദരങ്ങളെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, നമ്മുടെ ഇൻസൈറ്റുകളെ സ്നേഹിച്ചു, നമ്മുടെ വിജ്ഞാന വേദികളെ സ്നേഹിച്ചു, നമ്മളുടെ QHLSകളെ സ്നേഹിച്ചു, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ CRE ക്ലാസുകളെയും വെക്കേഷൻ ക്ലാസുകളെയും സ്നേഹിച്ചു. ഇതിന്റെ വ്യത്യാസം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഒരു അനുഭവമാക്കി നാം ആളുകൾക്ക് പകർന്നു നൽകി. പക്ഷേ ആ അനുഭവം ആർക്കു കിട്ടി സഹോദരങ്ങളെ? ഒന്നിനും സമയമില്ലാതെ ഓടി നടക്കുന്ന നേതാക്കന്മാർക്ക് കിട്ടിയില്ല. എന്തിനും പണമെറിഞ്ഞു കൊടുത്ത് ഒന്നും കേൾക്കാൻ നിൽക്കാത്ത മുതലാളിമാർക്ക് കിട്ടിയില്ല സഹോദരങ്ങളെ. ഇതൊന്നും ശ്രദ്ധിക്കാത്തവർക്ക്, എന്നാൽ നിഷ്കളങ്കമായി ക്ലാസ്സിൽ വന്നിരുന്നവർക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സമാധാന ശാന്തി പകരുന്ന നിർദ്ദേശം പറയാൻ ഖുർആനിന് പറ്റുന്നു. 10 കൊല്ലം കൊണ്ട് സഹോദരങ്ങളെ ഈ സമൂഹത്തെ നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആള് വന്നത്. ആൾക്കാർ ചോദിക്കുന്നു, എന്താ നിങ്ങളെ പരിപാടിക്ക് ഇത്ര ആള്? ഞങ്ങളും എക്സിബിഷൻ നടത്തിയൊക്കെ ഉണ്ടല്ലോ, എന്താ വരാത്തത് ആൾക്കാർ? സഹോദരങ്ങളെ, അതിന്റെ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ നിഷ്കളങ്കമായി പറഞ്ഞു കൊടുക്കും. എന്തേ ഇവിടെ വലിയ അപ്പൊ നിങ്ങൾ ഫാൻസാണ്? എന്ത് ഫാൻസാ സഹോദരങ്ങളെ? ഈ പ്രോഗ്രാം എടുത്തു നിങ്ങൾ, ഇതിലെന്ത് ഫാൻസാ? എല്ലാ ആളുകളും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുന്ന എല്ലാ ആളുകളോടും പ്രസംഗിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്, ഫാൻസ് അല്ല. ഈ വിശുദ്ധ ഖുർആനിന് ഒരു മധുരമുണ്ട്, ഹലാവത്ത്, ഒരു മാധുര്യം. അതും ഞങ്ങളുടെ സദസ്സിൽ വെച്ച് ഒരിക്കൽ നുകർന്നവൻ അന്വേഷിച്ചു വരും. ഇതിന്റെ വിജ്ഞാന വേദികൾ അന്വേഷിച്ചു വരും, ഇൻസൈറ്റുകൾ അന്വേഷിച്ചു വരും, ഖുർആൻ ക്ലാസുകൾ. അവർ ബൈലക്സിന് മുന്നിൽ കണ്ണു തുറന്ന് കാതു തുറന്നിരിക്കും. അത് ഖുർആനിന്റെ മാധുര്യമാണ് സഹോദരങ്ങളെ. അതവിടെ ഹൃദയങ്ങൾക്ക് അനുഭവങ്ങളും. അവർ രാത്രി സന്തോഷമായി കിടന്നുറങ്ങി. ഞാൻ ഇത് വെറുതെ പറയല്ല സഹോദര, ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാണ്. ഞാൻ ഇപ്രാവശ്യം ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ട ഒരു ഫ്ലാറ്റിൽ. ആ പരിചയം നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞു തരുന്നത്? നാം ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഗൾഫുകാരൊക്കെ വാപ്പാരൊക്കെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്താ ചെയ്യാറ്? അവർക്ക് കുറച്ച് പൈസ അയച്ചു കൊടുത്ത് നോക്കും, ഒരു മൊബൈൽ കൊടുത്തയച്ചു നോക്കും, കുറച്ച് നല്ല ഭക്ഷണ സാധനങ്ങൾ കൊടുത്തയച്ചു നോക്കും, അവസാനം കുറച്ച് കടം വാങ്ങി ഒരു ഉംറക്കോ ഹജ്ജിനോ കൊണ്ടുപോയി വെക്കും, എങ്ങനെയെങ്കിലും വാപ്പാക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി. എന്നാൽ എന്റെ ഒരു സുഹൃത്ത് എന്താ ചെയ്ത വാപ്പാനെ സന്തോഷിപ്പിക്കാൻ അവൻ വലിയ പൈസ ഒന്നും ചെലവാക്കില്ല. കൊച്ചു വാപ്പനോട് പറഞ്ഞു, ഒരു മാസങ്ങൾ ഇവിടെ വന്നു നിൽക്കാം, ഒറ്റ മാസം അത്രയും നിൽക്കണ്ടുള്ളൂ. അപ്പൊ വാപ്പ സമ്മതിച്ചു. ഇവിടെ വന്നാ പോണം പറയുന്നു. ഞാൻ റിട്ടേൺ ടിക്കറ്റും വരാനുള്ള ടിക്കറ്റും ഒക്കെ എടുത്തിട്ടാണ്. എന്നിട്ട് എന്താ സഹോദരങ്ങളെ കൊടുത്തിട്ട് കാണിച്ചത്? എന്താ? ഒന്നുമില്ല. അപ്പൊ കുറച്ച് CD-യും കാസറ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു, ആണ് കേൾപ്പിച്ചു. സഹോദര, സമ്പൂർണ്ണ സംതൃപ്തിയോടെയാണ് വാപ്പ തിരിച്ചു പോയതെന്ന് മാത്രമല്ല, ഞാൻ നാട്ടിലെത്തിയിട്ട് അയാൾ എന്നെ വിളിച്ചിരുന്നു. എന്റെ ജീവിതത്തിൽ വന്നൊരു ഭയങ്കര മാറ്റം, സന്തോഷം, സംതൃപ്തിയോടുകൂടി അയാൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു. സഹോദര, ഒരു സംശയവും വേണ്ട, ഈ ഖുർആനിന്റെ ഒരു മധുരം നിങ്ങളുടെ വയസ്സായ ഉമ്മക്കും വാപ്പക്കും കിട്ടിയാൽ അവർ സന്തോഷത്തോടെ ഒരു പരാതിയുമില്ലാതെ മരണം വരെ നിങ്ങളെ സന്തോഷിച്ച് സംതൃപ്ത മുഖത്തോടെ കിടക്കും. ഇതല്ലാത്തൊരു മരുന്നുമില്ല. ഇതിന്റെ വകയാണോ സഹോദരങ്ങളെ? അല്ല. നിങ്ങൾ ആലോചിക്കണം, ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ കൊണ്ട് മനുഷ്യന് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാമിനെ പ്രത്യേകം വിളിച്ച് ഫിർഔന്റെ കൊട്ടാരത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല, പറഞ്ഞേക്കണ്ടേ. എന്താ അവിടെ ഇല്ലാത്ത സഹോദരങ്ങളെ? ഈജിപ്തിൽ ഒരു കാലത്ത് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് സാധിച്ചവരാണ് ഫറോവമാർ.
കൈറോയിലെ മ്യൂസിയം ചെന്നാലേ പാമ്പിന്റെ മമ്മിണ്ട് അവിടെ, പൂച്ചന്റെതുണ്ട്. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ജീവികളെ മരുന്ന് പുരട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു കൈറോയിലെ മ്യൂസിയത്തിൽ ഈജിപ്തുകാർ. പിരമിഡ് കണ്ടാൽ അന്തം വിട്ട് നമ്മൾ തരിച്ചു നിൽക്കും. അതിന്റെ ഒരു കല്ലിൽ കയറി നിന്നാൽ ആ കല്ല് കൊണ്ടുവരാനോ അങ്ങനെ മുറിച്ചെടുക്കാനോ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾക്ക് പറ്റിക്കോളുന്നില്ല സഹോദരങ്ങളെ. അത്ര ഗംഭീരമാണ്. ആ ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് എന്തിനാ മൂസാ നബി വന്നത്? അത് മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്റെ കൊട്ടാരങ്ങൾക്ക് പറ്റാത്ത, മാർദ്ദവമേറിയ സിംഹാസനത്തിന് പറ്റാത്ത, ആയിരക്കണക്കിന് അടിമകൾക്ക് പറ്റാത്ത ഒന്നുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ. മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ തയ്യാറാണോ? ശുദ്ധീകരിച്ചാൽ എന്താ ഉണ്ടാകുക സഹോദരങ്ങളെ? മനസ്സിൽ ഈ ദീനും ഇസ്ലാം കൊണ്ടുവന്ന ഈ സംസ്കരണ ചിന്തയും വിശ്വാസവും ദീനും കടന്നാൽ അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, അള്ളാന്റെ സന്ദേശം അള്ള കൊടുത്തയച്ചത് ഉൾക്കൊണ്ട ആൾക്ക് മനസമാധാനം കിട്ടുന്നതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ പറയേണ്ട ഒരു ഉത്തരം എന്താ? ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതെനിക്കൊരു 2 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മുടങ്ങാത്തൊരു സർക്കാർ ഉദ്യോഗമുണ്ട്, ഒന്നുമല്ല സഹോദരങ്ങളെ. ഈ നാട്ടിടക്കുന്ന ഈ ഖുർആൻ ക്ലാസും ദീനി പ്രവർത്തനവും കൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയും, ആത്മാർത്ഥമായി ദീൻ ഉൾക്കൊണ്ടവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വേള ഈ സത്യപരമായ ദീനിനെ എല്ലാ തലത്തിലും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തായ കാര്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് അല്പം കൂടെ വിശാലമായി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചില്ല, ഓരോ അധ്യായം അതിൽ ഒന്നും വിട്ടുപോയില്ലല്ലോ നമ്മൾ, എല്ലാറ്റിലും അതിന്റെ ഓരോ വശങ്ങളും. ഇന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു ആദർശം അതുപോലെ ഒരാൾക്ക് 1.5 മണിക്കൂർ മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ സംവിധാനിച്ചത്. സുഹൃത്തുക്കൾ, ഒരു പുതിയ മാറ്റം എല്ലാ രംഗത്തും വരുത്താൻ നമ്മൾ തയ്യാറാകണം. എനിക്ക് പറഞ്ഞത്, ഈ ആ സന്തോഷത്തോടു കൂടെ നമ്മുടെ കുടുംബത്തെ കൂട്ടി വരാൻ ഈ എക്സിബിഷന് സാധിച്ചു. ചെറിയ കാര്യമല്ല. ചില രക്ഷിതാക്കന്മാർ ബോധപൂർവം എക്സിബിഷനെ ഉപയോഗപ്പെടുത്തി. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പ്രസംഗിക്കേണ്ട പ്രസംഗാന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, മക്കളെ കൊണ്ടുവന്നിട്ട് ഫ്ലക്സ് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇന്നും സാൽവേഷനിൽ ഓർമ്മയുണ്ട്, ഗൾഫിൽ നല്ല ബിസിനസ് ഉള്ള ഒരാള് സാൽവേഷന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് കുടുംബത്തോടൊപ്പം വന്നു. അദ്ദേഹം വന്നത് എന്നോട് സുഹൃത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം നിങ്ങൾ ഉപകാരം ചെയ്യുക, എന്റെ 2 മക്കളാണ്, ഓലെ പരിചയപ്പെടുത്തി പറഞ്ഞു, ഇത് മുഴുവൻ ഓൽക്കൊന്ന് വായിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, മുഴുവൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സമയം ആ കുട്ടികളെ കൂടെ ഞാൻ നിന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിക്കണോ അതൊക്കെ 2 മണിക്കൂർ നിങ്ങളെ കുട്ടിനെ കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു അവസരം എവിടെ ഉണ്ടാകും നാം ആലോചിക്കണം. അതുകൊണ്ട് ഈ എക്സിബിഷൻ കഴിയുമ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ബോധം നിങ്ങളെ ഭാര്യയ്ക്ക് ഈ എക്സിബിഷനിൽ നിന്ന് കിട്ടിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഇന്നു രാത്രി ഇതുവരെ ഉറങ്ങാത്ത സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റും. നമ്മുടെ കുട്ടികൾ ഇത് കണ്ട് ബോധ്യപ്പെട്ടാൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഇനി ഒരു ആശങ്കയും നമുക്ക് ആവശ്യമില്ല. വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് മനസ്സിൽ തട്ടി അവരത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ നമുക്ക് പറ്റും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ ഈ എക്സിബിഷനുകളുടെയും പ്രബോധനത്തിന്റെയും അടിസ്ഥാനപരമായ ഉദ്ദേശം. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യത്തിലേക്കൊരു വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. വന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഒരു സിറാത്ത് മാത്രം. വലാ തത്തബിഉ സുബുൽ, മറ്റു ധാരാളം വഴികൾ, അതൊക്കെ നരകത്തിന്റെ വഴികളാണ്. സഹോദരങ്ങളെ, ആ വഴി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആ 23 കൊല്ലം എങ്ങനെയാണോ സഹാബത്ത് ജീവിച്ചത്, ആ സഹാബത്തിന്റെ മനസ്സിലുള്ള അതേ തൗഹീദ്, അതേ വിശ്വാസം, ആ സഹാബത്തിന്റെ അതേ വേഷം, ആ സഹാബത്തിന്റെ അതേ മനസ്സ്, ആ സഹാബത്തിന്റെ അതേ ആചാരാനുഷ്ഠാനങ്ങൾ, അങ്ങനെയുള്ള ഒരു ആ സലഫുകളുടെ മാർഗത്തിലേക്ക്, സ്വഹാബത്തിന്റെ പാതയിലേക്ക് തിരിച്ചുപോയി ആ സ്വഹാബിമാർക്കൊപ്പം, അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാർക്കൊപ്പം സ്വർഗത്തിൽ പോകാനാണ് നാം പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. സഹോദരങ്ങളെ, സാധിക്കും നമുക്ക്. മൻഹജ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം ഇൻസൈറ്റിൽ ഒരു പവലിയനുണ്ട്. ഖുർആനിന്റെ വ്യാഖ്യാനത്തിന്റെ അത്ഭുതം എന്നാണ് ആ പവലിയന്റെ പേര്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ എന്നറിയില്ല, നമുക്കത് കൃത്യം ബോധ്യപ്പെടും. ഇസ്ലാം ഈ സത്യവും അസത്യവും എങ്ങനെ വേർതിരിയാമെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തരുന്നതാണ് അത്. സഹോദരങ്ങളെ, അതിൽ പറഞ്ഞ ശാസ്ത്രവും ചരിത്രവും എല്ലാം നമുക്ക് ഹൃദയത്തിലൊരു ബോധ്യത പകർന്നു തന്നിട്ടുണ്ട്. ആ ബോധ്യത നമ്മളെ അള്ളാഹുവിനെ നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പരലോകത്ത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സമാധാനപൂർണ്ണമാക്കാൻ പറ്റുന്ന ഒരു സത്യ സന്ദേശമാണ്
ഖുർആൻ സമർപ്പിക്കുന്ന സന്ദേശമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു മാറ്റം നമുക്ക് സ്വയം ഉൾക്കൊള്ളാം. ഒരു ദൗത്യവും നമുക്ക് നിർവഹിക്കാം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ആ ദൗത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടത്തിയ പ്രബോധനത്തിന്റെ അത്ഭുതകരമായ മാറ്റം. നാടിലൊട്ടുക്കും ആളുകളാണ്. ഞങ്ങൾ ഗൾഫിൽ പോയപ്പോൾ അവിടെ എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കൾ ഒരുക്കുന്ന സ്ഥലങ്ങൾ മതിയാകുന്നില്ല. നിറഞ്ഞു കവിയുന്ന സ്ഥലങ്ങൾ. റിയാദിൽ ആദ്യം കണ്ടുപിടിച്ച ഇസ്തിറാഹയിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു പോയിട്ടാണ് ഞങ്ങൾ ക്ലാസ് നടത്തിയത്. ആളുകളെ കൊള്ളാഞ്ഞിട്ട്. ഈ ജനപ്രവാഹം സുഹൃത്തുക്കളെ നമുക്ക് വന്നത് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും എളിയ പ്രബോധന പ്രവർത്തനങ്ങളാണ്. നാം വിശ്രമിച്ചില്ല സഹോദരങ്ങളെ. നമ്മളിൽ ചെറിയൊരു പ്രശ്നമുണ്ടായപ്പോഴും അവരോട് പോരടിച്ച് നാം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. അവർ നമ്മളെപ്പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് സുന്ദരമായി മറുപടി പറഞ്ഞെങ്കിലും ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട ദഅവത്തിനെ തടസ്സപ്പെടുത്താനാണ് ഈ വാഗ്വാദങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ സലഫിന്റെ പാതയിലേക്ക്, ഖുർആനിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ വ്യത്യസ്തങ്ങളായ പ്രബോധന പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിൽ ജന്മം കൊണ്ടതാണ് സഹോദരങ്ങളെ സാൽവേഷൻ എന്ന ആ മഹത്തായ എക്സിബിഷന്റെ കളരിയിൽ അത് ജനങ്ങൾ കണ്ട് മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ സഹോദരങ്ങളെ, പ്രബോധനത്തോട് ചെറിയ മനസ്സുള്ളവർ, സമൂഹത്തിന്റെ മാറ്റത്തോട് ചെറിയ ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും, ഇസ്ലാമിന്റെ ശത്രുത പുലർത്തേണ്ടവർ പോലും നമ്മുടെ വിസിറ്റിംഗ് ഡയറിയിൽ നമ്മളെ പ്രശംസിച്ചെഴുതിയപ്പോൾ ഒരു ജിന്ന വിവാദവും സമൂഹത്തിന് സംഭാവന ചെയ്ത് ക്ലിപ്പിട്ട് നാടൊട്ടുക്കും ഗുണകാംക്ഷയില്ലാതെ ഈ പ്രബോധനത്തിന് ചില ആളുകൾ സഹോദരങ്ങളെ മുന്നോട്ട് പോയി. ഒരുപക്ഷെ അവരുടെ മുനകൾ തളർന്നപ്പോൾ, അവരുടെ തേറ്റകൾക്ക് ശക്തി കുറഞ്ഞപ്പോൾ സഹോദരങ്ങളെ എന്തു സംഭവിച്ചു? അതിന് പകരം അതേ ആശയങ്ങളെ ഏറ്റെടുത്ത് ഈ പ്രബോധനത്തിനെതിരെ മറ്റു ചിലർ തിരിഞ്ഞു. അതിന്റെ റിസൾട്ട് നിങ്ങൾക്കറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ ദൗത്യത്തെ ഓർമ്മപ്പെടുത്താനാണ്. സുഹൃത്തുക്കളെ, സുന്ദരമായി കുട്ടികൾ അറബി പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന അറബി കോളേജുകളിൽ 100 രൂപക്ക് പൂട്ടുവാങ്ങി പൂട്ടിയിട്ടു. മനോഹരമായി ഖുതുബ പറഞ്ഞ് ജനങ്ങൾക്ക് ദീൻ പകർന്ന മിമ്പറിൽ നിന്നും പ്രസംഗത്തിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും സൂചിപ്പിക്കാനില്ലാതെ, ആശയപരമായ ഒരു തകരാറിന്റെ ഒരു വരി പോലും കാണിക്കാനില്ലാതെ, ഖുതുബയുടെ മിമ്പറിൽ നിന്നും ഒരു ദയവുമില്ലാതെ പ്രബോധനത്തിൽ എന്ത് സംഭവിച്ചാലും, പള്ളിയിൽ എന്ത് സംഭവിച്ചാലും, ആ നാട്ടിലെ പ്രബോധനത്തിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലെന്ന നിലക്ക് പള്ളി മിമ്പറുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കപ്പെട്ടു. പക്ഷേ സഹോദരങ്ങളെ, അതൊക്കെ ആത്മസംയമനത്തോടെ നമ്മുടെ പണ്ഡിതന്മാർ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി അടുത്ത ജുമഅക്ക് സഫുകൾക്കിടയിലിരിക്കാനുള്ള വിനയം കാണിച്ച മനസ്സുള്ളവരാണ് സലഫികളായ ഞാനും നിങ്ങളും. സുഹൃത്തുക്കളെ, അപ്പോഴും നാം തിരിച്ചറിഞ്ഞു, വിവാദങ്ങൾ ഒരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ പ്രബോധനങ്ങൾ ഞങ്ങൾ നിർവഹിക്കും. അതാണ് സഹോദരങ്ങളെ, സമ്മേളനത്തിൽ പലപ്പോഴും പല വിയോജിപ്പുകൾ ഉണ്ടായിട്ട് പോലും സമ്മേളനത്തിന്റെ കമ്മിറ്റികളിലും സ്വാഗത സംഘങ്ങളിലും പ്രോഗ്രാമിലും ആദർശപരമായ വിയോജിപ്പുകൾ ഉണ്ടായിട്ട് പോലും ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇൻസൈറ്റ് പെരിന്തൽമണ്ണയിൽ പ്രഖ്യാപിച്ചത്. സഹോദരങ്ങളെ, സംഘടനയെ അനുസരിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പ്രഖ്യാപന സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു. കാലുപിടിച്ചു ഞങ്ങൾ പ്രഖ്യാപന സമ്മേളനം നടത്തി. വീണ്ടും മാറ്റിവെക്കാൻ പറഞ്ഞു. ആ സമയത്ത് ധീരമായി ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് 300ഓളം വരുന്ന ഞങ്ങളുടെ യോഗത്തിലെ ആളുകൾ പറഞ്ഞു. അപ്പോഴും ഒരു ധിക്കാരത്തിന് പടച്ചവന്റെ ബർക്കത്ത് കിട്ടാതെ പോയാലോ എന്ന് വിചാരിച്ച് സുഹൃത്തുക്കളെ, മനമില്ലാ മനസ്സോടെ ഞങ്ങൾ മാറ്റിവെച്ചു സമ്മേളന ശേഷത്തേക്ക്. പക്ഷേ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോഴും ശാന്തമായി 9200 പേർ ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇൻസൈറ്റ് എക്സിബിഷൻ പെരിന്തൽമണ്ണയിൽ കണ്ടു. സഹോദരങ്ങളെ, അതിനേക്കാളും ഗംഭീരമായി ഇവിടുത്തെ വിവാദങ്ങൾക്കപ്പുറം ഇവിടെ മുഴുവൻ ആളുകളെയും ആശയക്കുഴപ്പത്തിലാക്കി ശിർക്ക് പോലും ആരോപിച്ച് നാട് മുഴുവനും കലാപങ്ങളും പിടിച്ചിറക്കലും പുറത്താക്കലുകളും നടന്നപ്പോൾ മുജാഹിദുകളെ, സലഫികളെ, നാം നമ്മുടെ പരലോകത്തെ ഓർത്തു. ഈ തിരക്കിനിടയിൽ മരിച്ചുപോയാൽ കബറിൽ കിടക്കേണ്ട കബറിലെ ചൂടിനെ കുറിച്ച് ഓർത്തു. ഈ പരിസരത്ത് ജീവിക്കുന്ന ലക്ഷോപലക്ഷം അമുസ്ലിം സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്തു. ഈ ലോകം അവസാനിച്ച് തിരിച്ചു വരുന്ന ഒരു മഹാനാളിനെ കുറിച്ച് ഈ ജനങ്ങളോട് പറയണമെന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർത്തു. നാം നല്ല സീഡികളുമായി പുറത്തിറങ്ങി, ഇൻസൈറ്റുമായി പുറത്തിറങ്ങി, പ്രബോധന സംരംഭങ്ങളുമായി പുറത്തിറങ്ങി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു സമാപനമല്ല, ഒരിക്കലും ഒരു സമാപനമല്ല, ഒരു ഗംഭീരമായ തുടക്കമാണ്. എവിടെയൊക്കെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ തൗഹീദിന്റെ ശബ്ദമെത്താത്ത സ്ഥലങ്ങളുണ്ടോ അവിടെ ഈ ഇൻസൈറ്റിന്റെ ബോധ്യതയിൽ നിന്നുകൊണ്ട് നാം ശബ്ദമെത്തിക്കും.
നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ബാക്കിയുണ്ടോ, അവരെ കൈപിടിക്കാനുള്ള കരുത്താണ് നമ്മുടെ നെഞ്ചകത്ത് ഇൻസൈറ്റ് നമ്മുടെ ഉള്ളുകളിൽ ഉണ്ടാക്കിയ ആ ഉൾക്കാഴ്ച നമുക്ക് പകർന്നതാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ജീവിത കാലഘട്ടങ്ങളിൽ വളരെ തിഹാമ പർവ്വതത്തെ പോലെ വെളുത്ത നന്മകൾ നമുക്കുണ്ട്. പക്ഷേ നാം ഒറ്റക്കായ രഹസ്യ ജീവിതങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിച്ചുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ധൂളികളായി പോകുന്ന പരലോകത്തെ കുറിച്ച് ഓർത്ത് സഹോദരങ്ങളെ സ്വകാര്യ ജീവിതത്തെ നന്നാക്കുക. അങ്ങനെ സ്വയം ഒരു മാറ്റത്തിന്റെയും സമൂഹത്തെ മാറ്റാനുള്ള ഒരു കരുത്തുമായി ഒരു കാഴ്ചപ്പാടോടുകൂടെ ഒരു ഇൻസൈറ്റോടുകൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കാനുണ്ട്. സഹോദരങ്ങളെ, ആവേശകരമായ ഈ ബോധ്യതയിൽ നിന്നുകൊണ്ട് നല്ലൊരു പ്രബോധനത്തിലുള്ള ശക്തി പകരാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സഹോദരങ്ങളെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും പ്രബോധനത്തിനെതിര് പറയുകയും നമ്മുടെ മനസ്സാക്ഷി പോലും അറിയാത്ത അപരാധങ്ങൾ പറയുകയും ചെയ്യുമ്പോഴും ഇസ്ലാമിക മര്യാദകൾ ലംഘിക്കരുതേ സഹോദരങ്ങളെ. നാം ജനങ്ങളോട് പറഞ്ഞത് ലക്ഷ്യം നന്നായ പോരാ, മാർഗം നന്നാവണമെന്ന്. കൈക്കൂലി സ്റ്റേഷനിൽ കൊടുത്ത് നമുക്ക് പള്ളി വേണ്ട സഹോദരങ്ങളെ. നുണ പറഞ്ഞ് നമുക്കൊരു കമ്മിറ്റിയും വേണ്ട. നമുക്ക് ആത്മാർത്ഥമായ ദീനിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആണ് നമ്മുടെ പ്രബോധനം. ആ നിഷ്കളങ്കതയാണ് നമ്മുടെ ഇൻസൈറ്റിൽ എല്ലാവരും ദർശിച്ചത്. ആ ആത്മാർത്ഥത നഷ്ടപ്പെടുമ്പോൾ നമ്മളും വഴിതെറ്റാൻ ഇടവരും. ആത്മാർത്ഥതയോടുകൂടെ ഉദ്ദേശശുദ്ധിയോടുകൂടെ തിരിച്ചു വരാനുള്ള ഒരു രോഗത്തെക്കുറിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു ഖബറിനെ കുറിച്ചറിഞ്ഞ് കുല്ലുഹും ആത്തീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റയ്ക്ക് വരേണ്ട ഒരു പരലോകത്തെക്കുറിച്ചോർത്ത് ലക്ഷ്യബോധത്തോടെ ആത്മശാന്തിയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഒരു സമാധാന ജീവിതം ഇവിടെയും ഒരു സമാധാന ജീവിതം ഖബറിലും ഒരു സമാധാന ജീവിതം ഉയർത്തെഴുന്നേൽപ്പ് നാളിലും കിട്ടുന്ന ആ സൗഭാഗ്യവാന്മാരിൽ സത്യവിശ്വാസിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ നാഥ. ഈ ഇൻസൈറ്റ് കണ്ട് മാറ്റത്തിന്റെ മനസ്സുമായി തിരിച്ചുപോയ ആളുകളെ ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നീ സഹായിക്കണമേ നാഥ. ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത ഈ പ്രബോധന സംരംഭത്തിൽ ഞങ്ങൾ ചിലവഴിച്ച പണവും ഞങ്ങൾ ചിലവഴിച്ച സമയവും വമ്പിച്ച പ്രതിഫലമായി നാളെ പരലോകത്ത് കുളിർമയുള്ള കാഴ്ചയായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ നാഥ. ഈ സത്യത്തിന്റെ മാർഗത്തിൽ ഇനിയും മുന്നോട്ട് പോകുവാനും ഈ മഹത്തായ പ്രബോധനത്തെ തെറ്റിദ്ധരിച്ച് ഈ വീതിയിൽ എല്ലാപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായി തെറ്റിദ്ധാരണ കൊണ്ട് മാറി നിൽക്കുന്നവരെ ഈ പ്രബോധനത്തേക്ക് തിരിച്ചു വരാനും അവരോടൊപ്പം വീണ്ടും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ. പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഹാരിസ് മൗലവിക്ക് നന്ദി അറിയിക്കുന്നു. സഹോദരന്മാരെ, 1-2 കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ്. സമാപന ഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ CM സാബിർ നവാസ് മദനി അവർകളാണ്. അതിനു മുൻപ് പ്രോഫ്കോൺ മലപ്പുറത്ത് വെച്ച് നടന്ന പ്രോഫ്കോണിന്റെ DVD ഇവിടെ ലഭ്യമാണ്. മുഴുവൻ ആളുകളും കരസ്ഥമാക്കണമെന്ന് അറിയിക്കുന്നു.